ഘോഷിക്കുമ്പോൾ കർത്താവേ, അത് ഞങ്ങൾക്കൊക്കെ ഒരു ബലമായിരിക്കുവാൻ, അത് അവിടുത്തെ സന്നിധിയിൽ കർത്താവെ സുഗന്ധമായി എത്തുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ആരാധനയിൽ അവിടുന്ന് പ്രസാദിക്കുവാൻ കർത്താവെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു ചടങ്ങായി ഇത് മാറ്റാതെ കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. ചേർന്ന് വരുവാനായി ആഗ്രഹിക്കുന്നവർ തക്ക സമയത്ത് ജോയിൻ ചെയ്യുവാനും ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ നാമം ഉയർത്തുവാനും അവിടുന്ന് സഹായിച്ചാട്ടെ. എല്ലാം തിരുപാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, യാതൊരു വിധമായ ഡിസ്റ്റർബൻസ് മീഡിയയിൽ കർത്താവെ, അതുപോലെ ടെക്നിക്കലായി യാതൊരു പ്രോബ്ലംസും ഉണ്ടാകാതെ അവിടുന്ന് കാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുസന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. പാട്ട് പാടുന്ന നിന്റെ ദാസനെയും ദാസിയെയും തിരുക്കരങ്ങളിലേക്ക് തരുന്നു. കർത്താവ് അനുഗ്രഹിച്ചാട്ടെ, ബലപ്പെടുത്തിയാട്ടെ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾക്ക് അല്പസമയങ്ങൾ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാം. ബ്രദർ ലാലു പാമ്പാടി നമ്മളോടുകൂടെ ഉണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾക്ക് ചില ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിക്കാം. അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്ത് കർത്തൃദാസനോട് കൂടെ ചേർന്ന് പാടി നമ്മൾക്ക് ആരാധിക്കാം. ബ്രദർ ലാലു പാമ്പാടി. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യ തിരുനാമത്തിനായി നന്ദിയേറെ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് പ്രാർത്ഥനയോടെ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തരുന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയേറെ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കാം. എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ലീഡ് ചെയ്യുന്ന പ്രിയമാത്യങ്ങളിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയലിനാൻറ്റി നിത്യജന സംസാരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്ത ദാസൻ പാസ് ഷിബു ഐപ്പ് പ്രിയ കർത്തൃത്വത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമാത്യങ്ങളെ, മറ്റ് സന്നിഹിതരായിരിക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സന്തോഷത്തോടെ വിശുദ്ധക്കാരകൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്ന ദൈവം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നല്ല ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 39-ാം വാക്യം ഇങ്ങനെ കാണുന്നു: ഞാൻ തന്നെ ആകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവിൻ, എന്നെ തൊട്ടു നോക്കുവിൻ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിൻ്റെ മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. ഹാലൽ ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അരികിൽ വന്നപ്പോൾ അവർക്ക് ഭയം തോന്നി. മാത്രമല്ല, അവരിത് സത്യമാണോ എന്ന് കൂട്ടമായി ചിന്തിച്ചു. 38-ാം വാക്യം ഇങ്ങനെ കാണുന്നു: അവർ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം ഉയരുന്നതും എന്ത്? പ്രിയരെ, നമുക്കൊരു സംശയം വേണ്ട. നമ്മുടെ അരുമനാഥൻ ഇന്നും ജീവിക്കുന്നു. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ കർത്താവ് പോയിരിക്കുന്നു. ഒരു നാൾ നമ്മൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോട് കൂടെ നാമും ജീവിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ടല്ലോ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടഞ്ഞിരുന്നാട്ടെ. ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളത്തെ ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അരുമനാഥനെ പാടി വാഴ്ത്താൻ പ്രാർത്ഥനയോടെ. ഹല്ലേലൂയ.
ഹോശന്നാ. ഓ ഹല്ലേലൂയ ഹോശന്നാ. ഓ ഹല്ലേലൂയ. ഓ അക്കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് ചേർന്ന് ഓ ഹല്ലേലൂയ ഹോശന്നാ. ഹല്ലേലൂയ ഹോശന്നാ. ഹല്ലേലൂയ ഹോശന്നാ. ഹല്ലേലൂയ ഹോശന്നാ. നമ്മുടെ ദൈവം എത്ര നല്ലവനാണല്ലേ. മരണത്തെ ജയിച്ച് ഇന്നും ജീവിക്കുന്ന നല്ല കർത്താവ്. നമ്മളൊക്കെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിൻ്റെ കാരണം കർത്താവ് നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. നമ്മളെക്കാട്ടും ശ്രേഷ്ഠന്മാർ, നമ്മളെക്കാട്ടും സമ്പന്നന്മാർ മാത്രമല്ല, നമ്മളെക്കാട്ടും സൗന്ദര്യമുള്ളവർ പൊടുന്നനവ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഏഴകളായ നമുക്ക് ആ ജീവനുള്ള ദൈവത്തെ ഒരു ദിവസം കൂടെ ആരാധിപ്പാൻ സർവശക്തൻ ഒരുക്കി തന്ന ഭാഗ്യത്തെ അതോടെ എത്ര പേർക്ക് നന്ദി പറയാൻ കഴിയും? അവരുടെ കരങ്ങളൊന്ന് കാണട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് കർത്താവിൻ്റെ ദാസൻ തിരുവചനം സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരുമിച്ച് ചേർന്ന കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിയാൽ ദൈവം നമ്മോട്, പ്രിയ ദൈവദാസങ്ങളോട് സംസാരിക്കും. നമ്മൾ ഏതാവശ്യമായിട്ട് നിൽക്കുന്നോ കർത്താവിൻ്റെ വലിയ മറുപടി ഉണ്ടാകും. ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന നല്ല കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത ഗാനം ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മൾ സന്തോഷത്തോടെ കരങ്ങളൊക്കെ ചേർത്തടിച്ച് ദൈവത്തെ പാടി ആരാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ആരാധന ചിലരുടെ ജീവിതത്തിൽ ഒരു വിജയമായി മാറും. ഈ ആരാധന ചില രോഗങ്ങൾക്ക് സൗഖ്യമുണ്ടാക്കും. ഈ ആരാധന ചില വേദനകൾ, ചില നിന്ദകൾ വഴിമാറ്റും. ഹല്ലേലൂയ. ഈ സൂമിനകത്ത് തന്നെ ഉണ്ട് ഭാരപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, വേദനപ്പെടുന്ന ചില മനസ്സുകൾക്ക് ഇന്നത്തെ ആരാധന ഒരു വിടുതലായി മാറും. ഞാൻ വിശ്വസിക്കുന്നു ഇത് വെറുതെ നമ്മൾ ഒരുമിച്ച് കൂടി വന്നതല്ല. ദൈവത്തിന് നമ്മെപ്പറ്റി എന്തോ ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നമ്മളെ തെരഞ്ഞെടുത്ത നല്ല കർത്താവിനെ എത്ര പേർക്ക് നന്ദിയേറെ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാൻ കഴിയും? എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിൽ എന്തു നീ കണ്ടേശുവേ. അതെ, ഒരു മാന്യതയും പറയാനില്ലായേ, ദയയൊന്നു മാത്രം യേശുവേ. ഇവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാൽ പറയും, ഒരു മാന്യത നമുക്ക് പറയാനില്ല. എല്ലാം കർത്താവ് തന്നത് മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ ദയ കൊണ്ടൊന്നു മാത്രമാണ്. എല്ലാ കാര്യങ്ങളും ചേർത്തടിച്ച് പാടി ദൈവത്തെ നമുക്ക് സന്തോഷത്തോടെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. എല്ലാ കരങ്ങളും ചേർത്തടിച്ച് ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ.
സ്നേഹിക്കുവാൻ അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. ഓ കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. സമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. സമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. പ്രിയരെ, നമുക്ക് വേണ്ടി അതിദാരുണമായി കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമായി കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ചേർന്ന് പാടാമോ പ്രിയരെ? എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. Thank you, Holy Spirit. Thank you, Jesus. Thank you, Lord. Thank you, Lord. Hallelujah. Hallelujah. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടഞ്ഞിരുന്നാകട്ടെ. ഹാലലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് പ്രിയരെ? പലരുടെ ഹിതം എങ്ങനെ മുമ്പോട്ട് പോകണം എന്നോർത്ത് ജീവിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. എന്നാൽ യഥാർത്ഥമായ ഒരു ഭക്തൻ പറയും, കർത്താവേ, എൻ്റെ ഹിതമല്ല, എൻ്റെ വഴിയല്ല ഞാൻ പോകേണ്ടത്, അങ്ങയുടെ ഹിതത്തിലൂടെ മാത്രമാണ് എൻ്റെ യാത്ര. അങ്ങ് പറയുന്നത് പോലെയാണ് എൻ്റെ മുമ്പിലോട്ടുള്ള ഓരോ ചുവടുകളും. ഹല്ലേലൂയ. പലരും സ്വന്തം വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ചിലപ്പോൾ വലിയ അപകടങ്ങളിലേക്ക്, വലിയ കുഴിയിലേക്കൊക്കെ പോകുവാൻ സാധ്യതയേറെയാണ്. പക്ഷേ പ്രിയരെ, ദൈവം നമ്മോടൊരു വഴി കാണിച്ചു തന്നാൽ, ദൈവം നമുക്ക് വേണ്ടി ഒരു പദ്ധതി മുമ്പിൽ ഒരുക്കി തന്നാൽ തീർച്ചയായിട്ടും നാം അതിലൂടെ യാത്ര ചെയ്യണം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി ഗെത്സമന കാൽവറിയിൽ നമുക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകൾ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയത്തില്ല. ഓരോ ദിവസം നമ്മളത് ഓർക്കണം. അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തത് മാത്രമല്ല, ഒരു തുള്ളി രക്തം പോലും കർത്താവിൻ്റെ ശരീരത്തിൽ വെക്കാതെ മുഴുവനായി നമ്മളെ ഓർത്ത് നമുക്ക് വേണ്ടി തന്നു. ആ സഹിച്ച വേദനകളെല്ലാം നമുക്ക് വേണ്ടിയാ. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന നല്ലൊരു കർത്താവ്. എത്ര പേർക്ക് സന്തോഷത്തോടെ നല്ലൊരു ഹല്ലേലൂയ പറയാൻ കഴിയും? ഹല്ലേലൂയ ഒന്ന് പറയാൻ കഴിയണം. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി പങ്കപ്പാടുകൾ സഹിച്ച ദൈവമേ, അങ്ങയുടെ വഴിയാണ് എനിക്ക് വേണ്ടത്, അങ്ങയുടെ ഹിതമാണ് എന്നിൽ നിറവേറേണ്ടത്. എത്ര പേർക്ക് പറയാൻ കഴിയും? എല്ലാ കണ്ണുകളും അടഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ.
നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഏതു ഗുണമെന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥാ. ഏതു ഗുണമെന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥാ. നിൻ തിരുനാമം നിമിത്തം നീതിമാർഗ്ഗത്തിൽ തിരിച്ചു. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം പറയാൻ കഴിയുമോ പ്രിയരെ ചേർന്ന്? ഓ അഗ്നിമേഘ തൂണുകളാ അടിയാനെ നടത്തി. അഗ്നിമേഘ തൂണുകളാ അടിയാനെ നടത്തി. അനുദിനം കൂടെ ഇരുന്നു അപ്പനെ കാക്ഷിക്കുകി. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെ എന്നെ പറയാൻ കഴിയുമോ പ്രിയരെ? നിത്യം നടത്തിയിടണമേ. സന്തോഷത്തോടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? കർത്താവ്, എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറണമേ. പ്രിയ ദൈവദാസന്റെ നല്ല വാക്കുകൾക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആകാശത്തിൻ്റെ കിളിവാതിലിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ദൈവം നിങ്ങളെല്ലാവരെയും മാനിക്കട്ടെ. പ്രത്യേകാൽ നാം ആരാധിക്കുന്ന ദൈവം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന, നമുക്ക് വേണ്ടി ജീവിക്കുന്ന നല്ലൊരു കർത്താവാണ്. ആ കർത്താവിൻ്റെ ഹിതത്തിൽ നമുക്ക് മുന്നേറാം, ആ കർത്താവിൻ്റെ വഴി നമുക്ക് പിന്തുടരാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമയം വേർതിരിച്ചെന്ന എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന് എല്ലാ നന്ദികളും അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു ബ്രദർ ലാലു. നല്ല പാട്ടുകളെ പാടി നമ്മൾക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുവാൻ, നിന്റെ ഹിതം പോലെ എന്നെ. നമ്മളുടെ ഹിതങ്ങളല്ല, പലപ്പോഴും നമ്മളുടെ ഇഷ്ടങ്ങൾ ദൈവമേ സാധിപ്പിച്ച് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നമ്മളുടെ ഹിതങ്ങളല്ല, നിന്റെ ഹിതം പോലെ ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ നിറവേറുവാനായി നമുക്ക് ഈ സമയം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കാം. കടന്നു വന്നിരിക്കുന്നവർക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. അല്പസമയം പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ എല്ലാ ആഴ്ചയിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഈ ആഴ്ചയിലുള്ളത്. എന്നാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ബ്രദർ ചെറിയാൻ സ്കറിയ റജി സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. തനിക്ക് ഓപ്പൺ ഹാർട്ട് സർജറി ആയിരുന്നു. എന്നാൽ നമ്മളുടെ പ്രാർത്ഥിച്ചതുപോലെ അല്ല, ദൈവത്തിൻ്റെ ഹിതം അതല്ലായിരുന്നു. കർത്താവിൻ്റെ ദാസനെ കർത്താവ് തിരുസന്നിധിയിലേക്ക് ചേർത്തു. ഫ്യൂണറലൊക്കെ കഴിഞ്ഞു. ആ കുടുംബത്തെ ഓർത്ത്, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞത് പോലെ 2-3 കുടുംബങ്ങൾ, യൂണിവേഴ്സിറ്റിയുടെ കുടുംബം, അതുപോലെ സുജയുടെ കുടുംബം, ഇവരെയൊക്കെ ഓർത്ത് ദുഃഖത്തിൽ, പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ ആയിരിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ക്യാൻസർ ട്രീറ്റ്മെൻറ്റുകളിലായിരിക്കുന്നവർ, കീമോ എടുക്കുന്നവർ, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. ചിന്നമ്മ സിസ്റ്ററിനായി, അതുപോലെ ചിന്നുവിനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പ്രസാദനായി, വത്സയ്ക്കായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ദീപുവിനായി പ്രാർത്ഥിക്കാം. വത്സയ്ക്കായി, പ്രസാദനായി പ്രാർത്ഥിക്കാം. അങ്ങനെ പലരുണ്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം.
കോളേജിലും സ്കൂളുകളിലും ആയിരിക്കുന്ന നമ്മളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവാഹപ്രായം എത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തക്ക തുണകളെ ദൈവം ഒരുക്കേണ്ടതിന് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ അഡിക്ഷനിൽ ആയിരിക്കുന്ന ആൽക്കഹോൾ, ഡ്രഗ്, മറ്റു വിധമായ അഡിക്ഷനിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളുടെ സീനിയർ സിറ്റിസൺസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പലരും ശാരീരികമായ ക്ഷീണങ്ങളിലൊക്കെ ആയിരിക്കുന്നവരെയൊക്കെ ഓർത്ത് ദൈവസന്നിധിയിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ബലത്തോടെ നിലനിർത്തേണ്ടതിന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യക്ക് വേണ്ടി, അമേരിക്കൻ ഐക്യനാടുകൾക്ക് വേണ്ടി, ലോകമെങ്ങും നടക്കുന്ന സുവിശേഷ വേലകൾക്ക് വേണ്ടി, കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തുടർന്ന് വചന ശുശ്രൂഷയ്ക്കായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മൾക്ക് നമ്മളുടെ തലകളെ വണക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം കർത്താവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നാഥ, സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരിക്കൽ കൂടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു നാഥ. ഞങ്ങളുടെ വിഷയങ്ങൾ കർത്താവെ അവിടുന്ന് അറിയുന്നു. കർത്താവെ, ഞങ്ങൾ പാടിയതുപോലെ അവിടുത്തെ തിരുഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നേരായ പാതയിലൂടെ നടത്തുവാൻ ഞങ്ങൾക്ക് അവിടുത്തേക്ക് ഞങ്ങളോട് പ്രസാദം തോന്നുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദുർഘടങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ പലതും ജീവിതത്തിൽ വന്നാലും അതിൻ്റെ എല്ലാം നടുവിൽ നടത്തുന്നവനായി ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന കുടുംബങ്ങളെ തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുന്ന് ആശ്വാസദായകനായകയാൽ നന്ദിയോടെ സ്തോത്രം. എന്നാൽ കർത്താവെ, ഞങ്ങൾ പ്രത്യാശ കൈവിടാതെ അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ സഹായിക്കണം. കർത്താവെ, തിരുസന്നിധിയിൽ അവരെ ഒരുമിച്ച് കാണുന്ന ഒരു ദിനമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുവാൻ, മറ്റുള്ളവർ വിലപിക്കുന്നത് പോലെ വിലപിക്കുന്നവരായി തീരാതെ അവിടുന്ന് ഞങ്ങളെ കാക്കണം, കുടുംബങ്ങളെ പരിപാലിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസറിനാലും മറ്റ് പ്രയാസങ്ങളിലാലും ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചിനുവിനായി സ്തോത്രം ചെയ്യുന്നു. കൊടുത്ത വിടുതലിനായി, ബലത്തിനായി സ്തോത്രം. പ്രസാദിനായി, വത്സയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ അലക്സിനായി, ഉഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ചിന്നമിസിസ്റ്റിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ, ഓരോരുത്തരെയും അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, മക്കൾക്കായി, കൊച്ചുമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലരും കോളേജുകളിലും സ്കൂളുകളിലും ആയിരിക്കുന്നു. അനിഷ്ട സംഭവങ്ങൾ പലതും നടക്കുന്ന ഇടങ്ങളിൽ ദൂതഗണങ്ങളുടെ കാവലിൽ അവരെ ആക്കുമാറാകണം. കർത്താവെ, മറ്റുള്ള പല ഇൻഫ്ലുവൻസുകളിൽ പെട്ട് ദൈവ വഴികളിൽ നിന്നും മാറിപ്പോകാതെ അവരെ നിലനിർത്തുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഡ്രഗ് അഡിക്ഷനിലും ആൽക്കഹോൾ അഡിക്ഷനിലും അങ്ങനെ മറ്റു പലവിധമായ അഡിക്ഷനുകളിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും പ്രായമുള്ളവരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിടുതൽ അവിടുത്തെ സന്നിധിയിൽ മാത്രമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അവരെ നിന്റെ സന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. വിവാഹ ജീവിതത്തിൽ പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളുമായി ഡിവോഴ്സിന്റെ വക്കത്തായിരിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റ് പലവിധമായ പ്രയാസ പ്രതികൂലങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം. കർത്താവെ, സീനിയർ സിറ്റിസൺസ് ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങൾ പലരും കർത്താവെ പ്രായത്തിന്റെ പ്രായാധിക്യത്താൽ ആയിരിക്കുന്നു. ശരീര ക്ഷീണങ്ങളുണ്ട്, ക്ലേശങ്ങളുണ്ട്. എന്നാൽ കർത്താവെ, ജോയിൻ ചെയ്യുവാൻ ബലം തന്നതിനാൽ സ്തോത്രം. ബലപ്പെടുത്തുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും പേരുപേരായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവ് സഹായിക്കണം. ഞങ്ങൾ വിട്ടുപോകുന്ന രാജ്യമായി ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വിരുദ്ധ ശക്തികളുടെ പ്രവർത്തികൾ ശക്തമായി വരുമ്പോൾ കർത്താവെ, നിന്റെ കൃപയിൽ ആശ്രയിക്കുവാൻ അവിടുത്തെ ദാസിദാസന്മാരെയും വിശ്വാസികളെയും സഹായിക്കുമാറാണ്. ഈ അമേരിക്കൻ ഐക്യനാടുകൾക്കായി പ്രാർത്ഥിക്കുന്നു. ലോകമെങ്ങും നടക്കുന്ന സുവിശേഷ വേലകൾക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസിദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. നിന്നിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നിൽ മാത്രം കർത്താവെ ബലം ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അവരെ ഓരോരുത്തരെയും സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലൈനിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കൃപ നിറഞ്ഞവരായി കർത്താവെ, ശ്രദ്ധയോടെ നിന്നെ ആരാധിച്ച് നിന്റെ വചനത്തിന് മുമ്പിൽ തല താഴ്ത്തിയിരിക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാണ്. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടതായ ദൂത് അവിടുത്തെ ദാസനെ ഏൽപ്പിച്ചിരിക്കയാൽ നന്ദിയോടെ സ്തോത്രം. അത് റിസീവ് ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ അവിടുന്ന് സഹായിക്കണം. അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനകളും അഭയാചനകളും കേട്ടിരിക്കയാൽ സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കേട്ട് ഉത്തരമരലും മാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് വീണ്ടും വന്ദനം ചൊല്ലുന്നു. നമ്മൾക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോം വഴിയായി ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിയ
വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ജോയി ചെങ്കൽ പാസ്റ്റർ, റോയ് പാസ്റ്റർ, എല്ലാവരും ദൈവസന്നിധിയിൽ നമ്മളോട് കൂടെ ആയിരിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസൻ ഷിബു വൈപ്പ്, അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല, എന്നാൽ അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുവാനിടയായി. നമ്മൾക്ക് ഒക്കെ പരിചിതനായ അനു പാസ്റ്റർ അദ്ദേഹത്തെ പരിചയമുണ്ട് എന്ന് പറഞ്ഞു. റോയ് പാസ്റ്റർക്ക് പരിചയമുണ്ട്. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ ആരും അപരിചിതരല്ല എന്നുള്ളതിനാൽ നമ്മൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ ദാസനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൂതുകൾ കേൾക്കാനായി നമ്മൾക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. നമ്മൾക്ക് വേണ്ടതെന്ന് എന്തെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് അത് കർത്താവിൻ്റെ ദാസനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മൾ മനസ്സൊരുക്കി ഇരിക്കുന്നു എങ്കിൽ കർത്താവ് തൻ്റെ ദാസനിൽ കൂടെ നമ്മളോട് സംസാരിക്കും. അടുത്ത 1 മണിക്കൂർ 65 മിനിറ്റ് കർത്താവിൻ്റെ ദാസൻ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. ദൂതുകളായോ ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ അദ്ദേഹം ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോകും. ശുശ്രൂഷകൾക്ക് ശേഷം ആർക്കെങ്കിലും പ്രത്യേകമായി പ്രാർത്ഥനയ്ക്ക് നിൽക്കുവാൻ അദ്ദേഹത്തിന് സമയമുണ്ടോ എന്ന് അറിയേയില്ല. 9 മണിക്ക് നാട്ടിലെ സമയം 9 മണിക്ക് അദ്ദേഹത്തിന്റെ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. അതിന് എത്തിച്ചേരേണ്ടതുണ്ട്. അതുകൊണ്ട് അതെങ്ങനെയാണെന്ന് അറിയുന്നില്ല, എന്നാൽ കർത്താവിൻ്റെ ദാസന് സമയത്തെ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തെ വചനം സംസാരിക്കാനായി ക്ഷണിക്കുന്നു. നമ്മൾ ശ്രദ്ധയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. പാസ്റ്റർ ഷിബുവായി. കേൾക്കാമോ? കേൾക്കാം പാസ്റ്റർ. അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് മഹത്വം കരയേറ്റുന്നു. എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ മിനിസ്ട്രിയോട് ചേർന്ന് യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം ദൈവത്തിന്റെ നിർമ്മല വചനവുമായി നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിപ്പാൻ ഈ പ്ലാറ്റ്ഫോമിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും പദവിക്കും ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ഈ ശുശ്രൂഷകൾക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന കർത്താവിന്റെ ദാസൻ പ്രിയപ്പെട്ട തോമസ് മത്തായി അങ്കിൾ, പ്രിയപ്പെട്ട ലിൻഡ ആന്റി, അതുപോലെ കർത്താവിൽ എനിക്ക് വളരെ പ്രിയരായ ദീർഘവർഷത്തെ ആത്മബന്ധവും സ്നേഹവുമുള്ള കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാരായ പാസ്റ്റർ മാത്യു വി സി, പ്രിയപ്പെട്ട റോയ് പാസ്റ്റർ, ദീർഘവർഷത്തെ ആത്മബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. നാട്ടിലായിരുന്ന സന്ദർഭങ്ങളിലൊക്കെ അനവധി പ്രാവശ്യം ഒരുമിച്ച് ഞങ്ങൾക്ക് വേദിയിൽ പങ്കിടുവാൻ ദൈവ അവസരങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. ആ സ്നേഹബന്ധം ഇന്നും അഭംഗരം നിലനിൽക്കുന്നു. ഞാൻ വളരെ സന്തോഷിക്കും. കുടുംബമായി കർത്തൃദാസൻ ചില നാളുകളായി സ്റ്റേറ്റ്സിലാണെന്ന് അറിയുവാനിടയായി. ഇങ്ങനെ ഒരു അവസരം കർത്താവ് നൽകിയതിൽ കർത്താവ് ഞാൻ മഹത്വം കരയിട്ടു. അതുപോലെ കർത്താവിൽ വളരെ അനുഗ്രഹീതനായ ദൈവദാസനാണ് പാസ്റ്റർ ജോയി ചെങ്കൽ. ദീർഘവർഷത്തെ ആത്മബന്ധവും സ്നേഹവും ഞങ്ങൾ തമ്മിലുണ്ട്. കർത്തൃദാസനും ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിശേഷാൽ കർത്താവിൽ വന്ദനം പറയും. ആത്മനിറവോടെ, ആത്മനിയോഗത്തോടെ, അഭിഷേകത്തോടെ ഈ മീറ്റിംഗിൽ ഗാനങ്ങൾ ആലപിച്ച് നമ്മെ കർത്താവിന്റെ ക്രൂശിലേക്ക് നമ്മെ നയിച്ച, ദൈവസ്നേഹത്തിലേക്ക് നയിച്ച ബഹുമാന്യനായ അമ്മ കർത്തൃദാസൻ ബ്രദർ ലാലു പാമ്പാടിയവറുകൾ ആ ദൈവത്തിനെ വിശേഷാൽ കർത്താവിൽ നന്ദിയോടെ ഓർക്കുകയും വന്ദനം പറയുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥന കൊണ്ട്, സാന്നിധ്യം കൊണ്ട്, ഈ ശുശ്രൂഷയിൽ വ്യത്യസ്ത ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട്, വ്യത്യസ്ത ടൈം സോണുകളിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കായിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ ദൈവമക്കൾക്കും, പ്രായം കൊണ്ടും പദവി കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും നിറഞ്ഞ മനസ്സോടെ ഞാൻ കർത്താവിൽ വന്ദനം പറയുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. സ്തോത്രം. എന്നോടുള്ള ബന്ധത്തിൽ പല പ്രിയപ്പെട്ടവരും ഈ മീറ്റിംഗിൽ US നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെയും കർത്താവിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. വിശേഷാൽ കർത്താവിൽ വന്ദനം പറയും. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായി ഞങ്ങളും സഭയായിട്ട്, കുടുംബമായി കർത്താവിന്റെ പാദപീഠത്തിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആയിരിക്കുന്നു. 21 days ഫാസ്റ്റിംഗ് പ്രയർ എൻ്റെ ചർച്ചയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 8ാമത്തെ ദിവസമാണ്. സ്തോത്രം. ആ നിലയിൽ ഞാനും പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ ദൈവന്റെ ഹൃദയത്തിൽ പ്രാർത്ഥനാ മുറിയിൽ പ്രകാശിപ്പിച്ച ഒരു വേദഭാഗത്തെ
തുടർന്നുള്ള ചിന്തയ്ക്കായിട്ട് കൈമാറാൻ കർത്താവ് താല്പര്യപ്പെടുക. മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. യേശു അവിടം വിട്ടു സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാനി സ്ത്രീ വന്നു. അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞു. അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്നു. അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിനവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്നു, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിനവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന മുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവിടെ മകൾക്ക് സൗഖ്യം. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു വ്യക്തിയോട് പറഞ്ഞ ഏക സംഭവം ഈ കനാനിയ സ്ത്രീയോടുള്ള സംഭാഷണം. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കും. ഈ സ്ത്രീ ആരാണ്? കനാനി സ്ത്രീ, യവനായ സ്ത്രീ, പുറംജാതിക്കാരിയായ സ്ത്രീ. സ്തോത്രം. യേശുവിന്റെ അടുക്കൽ വരുന്നതിനും പരസ്യമായിട്ട് നിലവിളിക്കുന്നതിനും ഒക്കെ അന്ന് സ്തോത്രം, നിയമ എതിരായി നിന്നിരുന്ന ഒരു പശ്ചാത്തലത്തിനുണ്ടായിരുന്ന യവനായ വിഭാഗത്തിൽപ്പെട്ട ഒരു സാധു സഹോദരി സ്തോത്രം കർത്താവിന്റെ അടുക്കൽ ഇപ്പോൾ വന്നിരിക്കുക. എന്തിനാ വന്നിരിക്കുന്നത്? സ്തോത്രം, തന്റെ മകളുടെ വിഷയത്തെ കർത്താവിന്റെ സന്നിധിയിൽ നിറക്കി വെക്കണം. സ്തോത്രം. പാപം നിമിത്തം ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെട്ട സ്ഥലങ്ങളാണ് സോരും സീദോനും. പാലസ്തീൻ നാടിന്റെ സംസ്കാരം അനുസരിച്ച് വിശേഷാൽ സ്ത്രീകൾ പൊതുവെ നിലവിളിക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ യേശു കർത്താവിന്റെ അടുക്കൽ ഒരു സ്ത്രീ, സ്തോത്രം, നിയമ എതിരാണെങ്കിലും സാഹചര്യം എതിരാണെങ്കിലും അനുകൂലമായ ഘടകങ്ങൾ ഒന്നും തന്നെ യേശുവിന്റെ അടുക്കൽ അടുത്തു വരുന്നതിന് ഒന്നുമില്ലെങ്കിലും ഒരു സാധു സഹോദരി യേശുവിന്റെ അടുക്കൽ വന്നിരിക്കുക. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നിയമം എതിരാണെങ്കിലും സാഹചര്യങ്ങൾ എതിരാണെങ്കിലും ശരീരത്തിന്റെ ഘടന ഒരുപക്ഷെ അത്ര നല്ലതല്ലെങ്കിലും വളരെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന സ്തോത്രം, നിങ്ങളെ അവിടുന്ന് ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല, ആദരിക്കുന്ന ദൈവമാണ്. മുഖത്തെ ഓർക്കുന്ന ഒരു ദൈവമാണ്. ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇസ്രായേലിന്റെ വടക്ക് മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്തുള്ള 2 പട്ടണങ്ങളായ സോരും സീദോനും പാപം നിമിത്തം ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെട്ട സ്ഥലമാണ്. അവിടേക്ക് യേശു കർത്താവ് ഇപ്പോൾ പോകുക. സ്തോത്രം. 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാനി സ്ത്രീ വന്നു. സ്തോത്രം. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, എന്റെ ന്യായമായ ചിന്ത, ഭൂതോപദ്രവം കഠിനമായി മാറിയ ഒരു മകളുടെ അമ്മ എത്ര ദിവസം ഇത് കണ്ടു നിൽക്കും? ഒരുപക്ഷെ സൗഖ്യം കിട്ടാനായി പലയിടത്തും കൊണ്ടുപോയി കാണാം, പല വൈദ്യന്മാരെ കാണിച്ചു കാണാം, പലരെയും സ്തോത്രം കൗൺസിലിങ്ങിന് കണ്ട് ആ നിലയിലൊക്കെ ഒരുപക്ഷെ മാറ്റം വരുത്താൻ ഒരു ശ്രമമൊക്കെ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കാണാം. ഒരുപക്ഷെ സ്തോത്രം സാധു കുടുംബമായത് കൊണ്ട് അതിന് കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ സ്തോത്ര ജീവിതത്തിൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പൊറുതിമുട്ടിയതായ ആ വാത്സല്യ മാതാവ് വളരെ പ്രതീക്ഷയോടെ യേശു കർത്താവിന്റെ അടുക്കൽ വന്നിരിക്കുക. എന്താ അവര് വിളിക്കുന്ന വിളി? കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. കർത്താവേ എന്ന് വിളിച്ചത് വെറുതെ വന്നതല്ല, കർത്തൃത്വം നടത്തുന്നവനെ, യജമാനനെ. സ്തോത്ര. പലരും എന്റെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തിയെങ്കിലും
വേണ്ട ആശ്വാസവും സൗഖ്യവും വിടുതലുമൊന്നും എനിക്ക് ആ ഭാഗത്തുനിന്ന് ലഭ്യമായില്ല. സ്തോത്രം. കർത്താവിനെ കർത്താവും രക്ഷകനുമായി ജീവിതത്തിൽ സ്വീകരിച്ചു. റോമാലേഖനം 10-9 നമ്മൾ വായിക്കുന്നു, യേശുവിനെ കർത്താവെന്ന വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. സ്തോത്രം. യേശു ആരാണെന്ന് ഒരുവൻ തിരിച്ചറിയുമ്പോഴാണ് ആ വ്യക്തി ഭാഗ്യവാനായി അല്ലെങ്കിൽ ഭാഗ്യവതിയായി മാറുന്നത്. സ്തോത്രം. യേശു ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്തെത്തിയപ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, മനുഷ്യപുത്രനെ കുറിച്ച് ജനത്തിന്റെ ഇടയിൽ ധാരാളം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. യോഹന്നാൻ സ്നാപകനെന്നും ഏലിയാവെന്നും ഒക്കെ പറയാറുണ്ട്, പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന് പറയാറുണ്ട്. പക്ഷേ മനുഷ്യപുത്രൻ ആരാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? സ്തോത്രം. ദൈവത്തിൽ നിന്ന് ആത്മീയ വെളിപ്പാട് ലഭിച്ച പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാ. കർത്താവ് കൊടുത്ത മറുപടി, ബറിയോനായ ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും ഈറ്റില്ലമായിരുന്ന നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ശത്രുക്കളും ബലഹീനരും പാപികളും ദോഷികളും ഇരുളിലും ഇരുട്ടിലുമായിരുന്ന നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പിതാവിന്റെ രാജ്യത്തിലാക്കി വെച്ച ആ ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേരുടെ അധരങ്ങൾ ചലിക്കുന്നുണ്ട്, കൈകൾ ഉയർന്നു വരുന്നുണ്ട്. സ്തോത്രം, സ്തോത്രം. മുമ്പേ ഇരുളിലായിരുന്നു, ഇപ്പോൾ ക്രിസ്തു യേശുവിൽ അവിടുത്തെ രക്തത്താൽ നമ്മെ സമീപസ്ഥരായി മാറി. ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരായിരുന്നു, അന്യരായിരുന്നു, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരുമായിരുന്നു, പരദേശികളായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ അവിടുത്തെ രക്തത്താൽ കൂട്ടവകാശികളായി മാറി, സമീപസ്ഥരായി മാറി. അപ്പൊ യേശു ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞതാണ് നമ്മുടെയൊക്കെ ഭാഗ്യം എന്ന് പറയും. ശ്രദ്ധിക്കൂ, ബോവസിന്റെ വയലിൽ രൂത്ത് വന്നപ്പോൾ പഴയ നിയമത്തിന്റെ ഭാഷ ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ വന്നു. എന്നാൽ പുതിയ നിയമ ഭാഷ എന്താന്ന് ഞാൻ പറയാ? കൃപയാൽ, കൃപയാൽ. സ്തോത്രം. ഞാനും നിങ്ങളും ഭാഗ്യം കൊണ്ട് വന്നതല്ല, പുണ്യപ്രവൃത്തി കൊണ്ട് വന്നതല്ല, നമ്മുടെ പിതാക്കന്മാർ ചെയ്ത ഏതെങ്കിലും ദാനധർമ്മത്തിന്റെ പേരിൽ ഇതിനകത്ത് വന്നതല്ല. എത്ര പേർക്ക് അതരങ്ങൾ തുറന്ന് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയും? കൃപയാൽ, കൃപയാൽ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. അപ്പോ യേശു ആരാണെന്ന് തിരിച്ചറിയാനുള്ള കൃപ പത്രോസിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് നൽകി. ശ്രദ്ധിക്കൂ, ഇവിടെ ഈ സാധുവായ കനാന്യ സ്ത്രീയായ ഈ പ്രിയപ്പെട്ടവൾ തന്റെ മകളുടെ ദീനരോധന വിഷയം ഇറക്കി വെക്കാൻ വളരെ പ്രതീക്ഷയോടെ കർത്താവിന്റെ സന്നിധിയിൽ വന്നിരിക്കുക. വെറുതെ പരിശുദ്ധാത്മാവ് എഴുതി ചേർത്തതല്ല. കർത്താവേ എന്ന് പറഞ്ഞാൽ കർത്താവിനെ കർത്തൃത്വം നടത്തുന്നവനായി, രക്ഷകനായി, കർത്താവായി ജീവിതത്തിൽ അംഗീകരിച്ചു, സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെ ദൈവത്തിന് സറണ്ടർ ചെയ്യുമോ, നമ്മൾ എവിടെ ദൈവാത്മാവിന് വിധേയപ്പെടുമോ, പരിശുദ്ധാത്മാവിന് നമ്മൾ കീഴ്പ്പെടുമോ, നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്താനായി നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ അമർന്നു കൊടുക്കുമോ, നിശ്ചയമായും ഇന്ന് പകൽ ഈ പ്രഭാതയാമത്തിൽ, ഇന്ത്യൻ സമയം പ്രഭാതമാണല്ലോ, അവിടുത്തെ ഈവനിങ് ടൈമിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തിയേറിയ ഒരു ദൂത് കൈമാറുകയാണ്. ഊരാക്കുടുക്ക് പിടിച്ചതായ ചില മേഖലകളെ, ദുഷ്ടപിശാചു വരിഞ്ഞു കെട്ടിയ ചില തലങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഒന്ന് വിധേയപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്ക്. കർത്താവിന്റെ മഹത്വം നിന്റെ കൂടാരത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. തലമുറകളുടെ മേൽ അത് വെളിപ്പെടാൻ പോകുകയാണ്. ദുഷ്ടപിശാച് കർത്തൃത്വം നടത്തുന്ന, അവൻ ആധിപത്യം പുലർത്തുന്ന, അവന്റെ സിംഹാസനം വിട്ടിരിക്കുന്ന ചില മേഖലകളെ ദൈവാത്മാവ് ശുദ്ധീകരിക്കാൻ പോകുകയാണ്. കർത്തൃത്വം നടത്തുന്നവനെ. രണ്ടാമത്തെ പദം ദാവീദ് പുത്ര. സത്യത്തിൽ അത് ലോകത്തിന്റെ വിളിയാകട്ടെ. യെരിഹോ പട്ടണത്തിൽ ഇരുന്നു കൊണ്ട് ഒരു കുരുടൻ നിലവിളിക്കുന്ന വിളി നമുക്ക് നന്നായി അറിയാം. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി ഇങ്ങനെ കടന്നു വരുമ്പോൾ മുന്നടക്കുന്ന പലരും മിണ്ടാതിരിക്കാൻ ശാസിച്ചമർച്ച ചെയ്തെങ്കിലും ആ മനുഷ്യനെ സംബന്ധിച്ച് കണ്ണ് കാണുന്നില്ലെങ്കിൽ സംസാരിക്കാമായി. സ്തോത്രം. യേശു കർത്താവിന്റെ വരവിന്റെ ആരവം തന്റെ ചെവിയിൽ കേൾക്കാമായിരുന്നു.
ശബ്ദമുയർത്താൻ കഴിയുമായിരുന്നു. മിണ്ടാതിരിക്കാൻ പലരും ശാസിച്ചെങ്കിലും അവന്റെ അന്തരാത്മാവിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു: ഞാൻ ഇപ്പോൾ നിലവിളിച്ചാൽ ഏറിയ വർഷങ്ങളായ ആമേൻ സ്തോത്രം ഞാൻ അനുഭവിക്കുന്ന ഈ അന്ധത, ഈ കൂരിരുട്ട്, ഈ മൂടപ്പെട്ട ചില മേഖലകൾക്ക് മാറ്റം വരാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവ നിയോഗത്തോടൊരു ദൂത് കൈമാറാ. പരിമിതികൾ പലതിലും നിങ്ങൾക്കുണ്ടെങ്കിലും, ഒരുപക്ഷെ വലിയ പ്രസംഗകനല്ലെങ്കിലും, കൃപാവരങ്ങൾ പരമേൻ എടുത്തു പറയാനില്ലെങ്കിലും, അറിയപ്പെടുന്ന പാട്ടുകാരനല്ലെങ്കിലും, എടുത്തു പറയാവുന്ന പല കൃപാവരങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും, ആത്മാവിൽ അതരങ്ങളെ ചലിപ്പിക്കാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, ഹൃദയം നുറുങ്ങാൻ നിങ്ങളുടെ നാവുകൾ ചലിക്കപ്പെടുമെങ്കിൽ നിശ്ചയമായും പരിമിതിയുടെ നടുവിലും ഇറങ്ങി വരുന്ന ഒരു ദൈവപ്രവൃത്തിയെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ കാണുകയാണ്. എത്ര പേർ ഇന്ന് പകൽ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട്? മിണ്ടാതിരിക്കാൻ പലരും ശാസിച്ചു, പക്ഷേ ആ കുരുടൻ നിലവിളിച്ചു. കർത്താവ് ആ മനുഷ്യനെ തൊട്ടു. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ വിളിയാണ് ദാവീദ് പുത്ര. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ ദൈവപുത്രനായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്, മനുഷ്യപുത്രനായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. മനുഷ്യപുത്ര ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും വന്നതുപോലെ. മത്തായി 20:28. ആമേൻ സ്തോത്രം. ആമേൻ. മത്തായി സുവിശേഷം ആമേൻ 1:1 നമ്മൾ വായിക്കുന്നു, ദാവീദിന്റെ പുത്രൻ. ആമേൻ സ്തോത്രം. ശ്രദ്ധിക്കുക, മത്തായി 3:16 ഇവൻ എന്റെ പ്രിയ പുത്രൻ. ആമേൻ സ്തോത്രം. ആമേൻ. യോഹന്നാൻ സ്നാപകന്റെ കൈ കീഴിൽ ആമേൻ സ്തോത്രം സ്നാനമേറ്റ ഉടനെ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ നമ്മുടെ കർത്താവിന്റെ മേൽ ഉടമന ഘടകതരക ഇറങ്ങി വന്നു. ആമേൻ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പ്രിയ പുത്രനാണ്, ഏകജാതനായ പുത്രനാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കനാന്യ സ്ത്രീ വളരെ പ്രതീക്ഷയോടെ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് കർത്താവെ എന്ന് വിളിച്ചു. വ്യക്തിപരമായി കർത്താവും രക്ഷകനുമായ ജീവിതത്തെ സ്വീകരിച്ചു. ആമേൻ സ്തോത്രം. ദാവീദ് പുത്ര എന്ന് വിളിച്ചു. മൂന്നാമത്തെ പദമാണ് എന്നോട് കരുണ തോന്നണമേ. ഇങ്ങനെ ഒരു അർത്ഥമുണ്ട് കേട്ടോ. നാം അർഹിച്ചത് തരാതിരുന്നതാണ് കരുണ. സ്തോത്രം. അർഹിക്കാത്ത ദാനമാണ് കൃപ. God's riches at Christ's expense. ക്രിസ്തുവിന്റെ ചെലവിൽ നമുക്ക് ലഭിച്ച ദൈവിക സമ്പത്താണ് ദൈവത്തിന്റെ കൃപയെങ്കിൽ ഞാനും നിങ്ങൾ ന്യായമായി അർഹിച്ചിരുന്നത് കൂടപ്പുറപ്പെ പ്രിയപ്പെട്ടവരെ, ബഹുമാന്യ ദൈവദാസന്മാരെ, നിത്യമായ നരകം, നിത്യ നരകത്തിന് വേണ്ടി വിധിക്കപ്പെട്ടിരുന്ന നമ്മെ നമ്മുടെ കർത്താവ് ഓർത്തു. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ മുമ്പേ പാടിയതുപോലെ തെരഞ്ഞെടുപ്പാൻ, മാനിപ്പാൻ, ആമേൻ സ്തോത്രം, ദൈവത്തെ ആരാധിപ്പാൻ ഒരു യോഗ്യതയും ഇല്ലായിരുന്നു. എന്നാൽ നമ്മെ അവിടുന്ന് കണ്ടല്ലോ. എത്ര പേർക്ക് സന്തോഷത്തോടെ കർത്താവിന് ഈ വൈകവേളയിൽ അവിടെ സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്. ഉടകപന ഹതരഘടകതലഘടകതലകസി എന്നോട് കരുണ തോന്നണമേ. അപ്പം നാം അർഹിച്ചത് തരാതിരുന്നതാണ് കരുണയെങ്കിൽ അർഹിക്കാത്ത ദാനമാണ് ദൈവത്തിന്റെ കൃപ. അതുകൊണ്ടാ ദാവീദ് പറയുന്നത്, യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ. സ്തോത്രം. എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചിട്ടും കർത്താവ് ഒരു വാക്കും അവളോട് മിണ്ടിയില്ല. 107 സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്, എന്റെ പഠനത്തിൽ, എന്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മ പ്രകാശിപ്പിച്ച 4 നിലവിളികൾ. 107 സങ്കീർത്തനം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. സ്തോത്രം. വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ, വ്യത്യസ്ത മേഖലകളിലൂടെ ആമേൻ സാമ്പത്തികമായും ഭദ്രതയില്ലാതെ ആമേൻ ആരെങ്കിലുമൊക്കെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരോടൊക്കെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഈ ഭൂമിയിൽ ദൈവം ക്രമീകരിക്കേണ്ട പാർപ്പിടത്തിന്റെ ക്രമീകരണങ്ങളൊക്കെ ദൈവം ക്രമീകരിച്ചോളും.
പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. ആരോടോ ദൈവാത്മാവ് ഇടപെടുകയാണ്. മുൻപോട്ടുള്ള ഭാവി ഓർത്ത് നീ വ്യാകുലപ്പെടേണ്ട, തലമുറയുടെ ഭാവി ഓർത്ത് വ്യാകുലപ്പെടേണ്ട. എവിടെ സെറ്റിൽഡ് ആകണം, എവിടെ പാർക്കണം, എവിടെ ജീവിക്കണം, എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് ഓർത്ത് ഭാരപ്പെടുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. വിശ്വസിക്കാൻ തയ്യാറാകട്ടെ. ദീർഘനാളുകളായി കരയുന്ന പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടി നിശ്ചയമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും ദിവസങ്ങളിൽ കൽപ്പിക്കാൻ പോവുകയാണ്. ദൈവമോ രാപകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ആരാണ് വൃതൻ? മനസാക്ഷിക്ക് ബോധ്യമായി സ്തോത്രം, ദൈവഹിതമല്ലാത്തതെല്ലാം വർജിക്കുന്നവനാണ് വൃതൻ. നമ്മെ ദൈവവുമായി കണക്ട് ചെയ്യാത്ത, വിശുദ്ധിയിലേക്ക് നയിക്കാത്ത, പരിശുദ്ധാത്മാവുമായി കണക്ട് ചെയ്യാത്ത, ദൈവസ്നേഹത്തിലേക്ക് നയിക്കാത്ത, അഭിഷേകത്തിലേക്ക് നമ്മെ കണക്ട് ചെയ്യാത്ത സകലതിനെയും വർജിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്നവന്റെ പേര് ബൈബിൾ പരിചയപ്പെടുത്തുകയും അവനാണ് വൃതൻ. ദൈവമോ രാപ്പകൽ എന്താ അവിടുത്തെ പശ്ചാത്തലം? അനീതിയുള്ള ന്യായാധിപനായ ഒരു മനുഷ്യന്റെ അടുക്കൽ ഒരു സാധുവായ വിധവ വന്നു. ന്യായം നടത്തി കൊടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഇല്ലെങ്കിലും ഒടുവിൽ ഈ മനുഷ്യന് മനസ്സിലായി ഈ സ്ത്രീ വന്ന് മുഖത്തടിക്കും. അതുകൊണ്ട് അനീതിയുള്ള ന്യായാധിപനായിരുന്നിട്ടും അവിടെ ന്യായം നടത്തി കൊടുത്തെങ്കിൽ ഞാനും നിങ്ങൾ സേവിക്കുന്ന കർത്താവ് നീതിമാനായ ദൈവമാണ്. മുഖപക്ഷമില്ലാത്ത വിധി പുറപ്പെടുവിക്കുന്നവൻ, സത്യാനുസരണമായി വിധി പുറപ്പെടുവിക്കുന്നവൻ, സുവിശേഷത്തിനനുസരിച്ച് വിധി കൽപ്പിക്കുന്നവൻ, അവനവന്റെ പ്രവൃത്തിക്ക് തക്ക നിലയിൽ വിധി കൽപ്പിക്കുന്ന ഒരുവൻ ഇന്ന് പകൽ നമ്മുടെ നടുവിൽ നടകൊള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പുറമേ നോക്കി വിധിച്ചെന്ന് വരാം, മനുഷ്യൻ പുറമേ നോക്കി കുറ്റം പറഞ്ഞെന്ന് വരാം. ഇന്ന് ദൈവാത്മാവൻ നിയോഗത്തോടെ ഞാൻ പറയുന്നു, ചില വിധി എഴുത്തുകളെ പരിശുദ്ധാത്മ മാറ്റാൻ പോകുകയാണ്. കാരണം കൂടാതെയുള്ള ചില വിധി എഴുത്തുകൾ നിന്റെ തലമുറയ്ക്കെതിരെ വിരല് ചൂണ്ടിക്കൊണ്ട്, നിന്റെ കുടുംബത്തിന് നേരെ വിരല് ചൂണ്ടിക്കൊണ്ട് വിധി പുറപ്പെടുവിക്കുന്ന ചില മേഖലകളെ സ്വർഗം കണ്ടുകൊണ്ട് പറയുകയാ. നീതിമാനായ ഒരു ദൈവം സ്തോത്രം മുഖവിഷമില്ലാത്തൊരു വിധി പുറപ്പെടുവിക്കാൻ പോകുകയാണ്. സ്തോത്രം. ശ്രദ്ധിക്കുക. അപ്പൊ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. 107 സങ്കീർത്തനത്തിന്റെ 13 വാക്യം ഇങ്ങനെയാണ്: അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. എന്താ കാര്യം? ദൈവത്തിന്റെ വചനത്തെ വേണ്ട രീതിയിൽ ക്രിയാത്മകമായി ഉൾക്കൊള്ളാതെ വചനത്തോട് മത്സരിച്ച പഴയ നിയമ മരുഭൂമിയിലെ സഭ, ഇസ്രായേൽ ജനം ബന്ധിക്കപ്പെട്ടവരായി മാറി. ഒരിക്കലും വചനം ബന്ധിക്കില്ല. പക്ഷെ വചനത്തോട് വിഘടിച്ചാൽ, വചനത്തോട് അനുസരണക്കേട് കാണിച്ചാൽ, പരിശുദ്ധാത്മാവിനെ അനുസരിക്കാതെ സ്തോത്ര താന്തോന്നികളായി ഇഷ്ടപ്രകാരം മുൻപോട്ട് പോയാൽ അതൊക്കെ വലിയ കെണിയായി മാറാൻ സാധ്യതയുണ്ട്. ധാരാളം തെളിവുകൾ എനിക്ക് നൽകാനുണ്ടെങ്കിൽ സമയപരിമിതി എന്നെ അനുവദിക്കുന്നില്ല. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചന നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്നു അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ. എല്ലാ ബന്ധനവും പിശാച് ബന്ധിച്ചതല്ല കേട്ടോ. എല്ലാ ബന്ധനവും സ്തോത്രം ആരെങ്കിലും നേർച്ച കൊടുത്തത് കൊണ്ട് വന്ന ബന്ധനമല്ല. വചനത്തോട് അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ബന്ധനമായിട്ടുണ്ട്. സദൃശവാക്യം 6:1 മകനെ കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കുകയോ അന്യനു വേണ്ടി കൈയടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വായിലെ വാക്കുകളാൽ, നിന്റെ മൊഴികളാൽ നീ പിടിക്കപ്പെട്ടു. ദൈവഹിതമില്ലാതെ കേസിനും വഴക്കിനും ജാമ്യത്തിനും ഒക്കെ പോയാൽ, കോടതി കയറി ഇറങ്ങിയാൽ അത് പിന്നത്തേതിൽ കെണിയാണ്, അത് കുരുക്കാണ്, കുടുക്കാണെന്നുള്ള യാഥാർത്ഥ്യം ദൈവജനം മറന്നുപോകുന്നു. സാത്താന്റെ ബന്ധനമുണ്ട്. 18 വർഷമായി ദുഷ്ട പിശാച് ബന്ധിച്ച ഒരു സ്ത്രീയെ കർത്താവ് തൊട്ടു. നമുക്ക് ആ ഭാഗമൊക്കെ അറിയാം. സ്തോത്രം. കൂടെയുള്ളവര് ബന്ധിച്ചു. എവിടെ തെളിവ്? ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 13-ാം വാക്യം. അഭിഷക്തനായ ശിംശോനെ കെട്ടാൻ ഫെലിസ്ത്യര് വന്നെങ്കിലും ബന്ധിക്കാൻ കഴിഞ്ഞില്ല. കൂടെയുള്ളവരെ കയ്യിലെടുത്ത് 2 പുതിയ കയറ് കൊണ്ട് കെട്ടി. ഞാന് ആത്മനിറവോടെ നിങ്ങൾക്ക് ഒരു ദൂത് കൈമാറുകയാണ്.
പിശാചിനെ ഡയറക്റ്റ് കെട്ടാൻ കഴിയാതെ വരുമ്പോൾ നിന്റെ കൂടെ സഹകരിക്കുന്ന ബലഹീനനെ പിശാച് കയ്യിലെടുക്കും. പ്രാർത്ഥിക്കാത്തവനെ, ആരാധിക്കാത്തവനെ, ആമേൻ, അഭിഷേകമില്ലാത്തവനെ, വിശുദ്ധി നിൽക്കാത്തവനെ അനാത്മികനാക്കി പിശാച് പലതിനും കയ്യിലെടുക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിയോഗത്തോടെ ദൂത് പറയുന്നു, കൂടെയുള്ളവർ കെട്ടിയ ചില കെട്ടുകൾ, മനുഷ്യൻ വാ കൊണ്ട് കെട്ടിയത്, വാ കൊണ്ട് അടച്ചത്, ഇന്ന് നിങ്ങൾ വിശ്വസിക്ക്, വചനമയച്ച് ദൈവം തുറക്കാൻ പോകുകയാണ്. ഉടമന വിശ്വസിക്കുന്നവർ ചേർന്ന് നല്ല ആത്മാവിന്റെ നാമം പറഞ്ഞാട്ടെ. ഉടമന മനുഷ്യൻ വാ കൊണ്ടടച്ചത്, മനുഷ്യൻ നിന്റെ വേദി അടച്ചത്, നിന്റെ വഴി മുടക്കിയത്, നിന്റെ പ്രൊമോഷനെ തടഞ്ഞത്, നിന്റെ നന്മകളെ തടഞ്ഞത്, ഉടമല തെറ്റിദ്ധാരണ വരുത്തി സംശയങ്ങൾ ജനിപ്പിച്ചുകൊണ്ട് നിന്റെ മാന്യത ഇല്ലായ്മ ചെയ്യാൻ ഇന്നലകളിൽ ദുഷ്ടശക്തി കൂടെയുള്ള പലരെയും കരങ്ങളിൽ എടുത്തത് ദൈവാത്മാവ് കാണുകയാണ്. ആ കെട്ട് കർത്താവ് ഈ രാവിലെ ആത്മാവിൽ ഇവിടെ പൊട്ടിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ആത്മാവിൽ ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ഉടരബലഘടകസി നമുക്ക് നന്നായി അറിയാം. സ്തോത്രം, സ്തോത്രം. ഞാൻ പ്രതീക്ഷിക്കാത്ത വചന വെളിപ്പാടിൽ കൂടെ ദൈവാത്മാവ് കൊണ്ടുപോവുക. എനിക്കറിയാം നിങ്ങളുടെ ഹൃദയ നില അറിഞ്ഞുകൊണ്ട് ദൈവാത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. എന്നാൽ ആ ശിംശോന്റെ ബന്ധനത്തെ ദൈവാത്മാവ് ഇറങ്ങിച്ചെന്ന് അടിച്ചു. ലേഹിയിൽ ഒരു കുഴി പിളർന്നു. സ്തോത്രം, സ്തോത്രം. പുതിയ ആയുധം ദൈവം അവനെ ഏൽപ്പിച്ചു. കുന്നെന്ന് കുന്ന് രണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫെലിസ്ത്യ ശക്തിയെ സംഹരിക്കാൻ എന്റെ ദൈവം പുതിയ ആയുധം ഏൽപ്പിച്ചെങ്കിൽ, അഭിഷക്തന്മാരെ, മാതാപിതാക്കളെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ, നിന്റെ കരങ്ങളിൽ ദൈവം പുതിയ ആയുധം തരാൻ പോകുക. നിന്റെ നാവിനെ ദൈവം പുതിയ നാവാക്കി മാറ്റട്ടെ. ആയുധത്തിന് മൂർച്ച കൂട്ടാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. കൃപാവരങ്ങളുടെ ശുശ്രൂഷ കൈമാറ്റം ചെയ്യാൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുക്കാൻ, പ്രാർത്ഥനയിലൂടെ ചില ബന്ധനങ്ങളെ അടിക്കാൻ, കാലഘട്ടത്തിന്റെ ദൂതുവാഹിയായി മാറാൻ, അസാധാരണ വെളിപ്പാട് കാണാൻ, അസാധാരണമായ നിലയിൽ ദൈവത്തിന്റെ ദൂത് പ്രസംഗിക്കാൻ അഭിഷക്തന്മാരെ ദൈവാത്മാവ് കരങ്ങളെടുക്കാൻ പോകുകയാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ജോയ് പാസ്റ്ററെ, ഇന്ന് വരെ വെളിപ്പെടാത്ത വചനത്തിന്റെ വെളിപ്പാടുകൾ, പ്രത്യേകം നിയോഗങ്ങൾ പരിശുദ്ധാത്മാ കൈമാറാൻ പോകുകയാണ്. യോഹന്നാനെ പോലെ, യേശുവിന്റെ മാറോട് ചാരിയിരുന്ന യോഹന്നാനെ പോലെ ദിവസങ്ങളിൽ പിന്നെ കർത്താവിനോട് ചേർന്നിരിക്കട്ടെ. പുതിയ വെളിപ്പാടുകൾ, മർമ്മങ്ങൾ പരിശുദ്ധാത്മാ പ്രാർത്ഥനാ മുറിയിൽ നൽകി കാലഘട്ടത്തിന്റെ ശുശ്രൂഷയ്ക്കായി പിന്നെ ബഹുദൂരം ഒരു ഏലിയാവിനെ പോലെ ദൈവാത്മ ഓടിക്കാൻ പോകുകയാണ്. എന്നാൽ പെട്ടെന്ന് ക്ഷീണം ഇടുവാൻ, ബലഹീനത ഇടുവാൻ, ടെസ്റ്റിനകത്ത് വേദന വരുത്തുവാൻ, ബ്ലോക്കാക്കാൻ വാദിക്കുന്ന ചില മേഖലകൾ സ്വർഗം ഇന്ന് പകൽ അടിച്ചു മാറ്റാൻ പോവുകയാണ്. ഒരു നിമിഷം ചേർന്ന് എല്ലാവരും ആത്മാവിൽ നിന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ആമേൻ. ശിംശോനെ ഫെലിസ്ത്യ ശക്തി കെട്ടുവാനായിട്ട് കൂടെയുള്ളവരെയാണ് കരങ്ങളിൽ എടുത്തതെങ്കിൽ, ആ കൂടെയുള്ളവർ കെട്ടിയ കെട്ട് ദൈവാത്മാവ് ഇറങ്ങിച്ചെന്ന് അടിച്ചു. കൂടെയുള്ളവർ കെട്ടിയ ചില കെട്ട് പരിശുദ്ധാത്മാവ് അഴിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഞാൻ മടങ്ങി വരികയാണ്. സ്തോത്ര. ബന്ധനത്തെ ദൈവം, ബന്ധനം പലതുണ്ടെന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ബന്ധനത്തെ ദൈവം അറുത്തു. സ്തോത്രം. മൂന്നാമത്തെ നിലവിളി 107 സങ്കീർത്തനം 19-20 വാക്യം. അവൻ തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് വിടുവിച്ചു. അവർ തങ്ങളുടെ കഷ്ടതയിലെ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. സൗഖ്യം വ്യാപരിക്കപ്പെടേണ്ട മേഖലകളിലായിരുന്ന ജനം നിലവിളിച്ചപ്പോൾ ദൈവ സൗഖ്യം കൈമാറിയെങ്കിൽ, കേവലം ശാരീരിക സൗഖ്യം മാത്രമല്ല, മാനസികമായി ഡൗൺ ആയിരിക്കുന്ന ചില ജീവിതങ്ങളെ കർത്താവ് സൗഖ്യമാക്കാൻ പോവുകയാണ്. ഉടമന റമന ഘടകസി ആമി റീബ പ്രൗഢ ജീന എന്ന പേരുള്ള ഡിവൈസിലുള്ള ബഹുമാനപ്പെട്ട ആന്റിയോട് ദൈവാത്മാവ് ഇടപെടുന്നു. ദിവസങ്ങളിൽ ആമേ കരയുന്ന, പ്രാർത്ഥിക്കുന്ന, ഹൃദയം നുറുങ്ങി ദൈവസൻ നിലവിളിക്കുന്ന 7 പരം മാസങ്ങളായി ദൈവത്തിന്റെ സന നെടുമ്പാട് വീണ് കരയുന്ന, പ്രാർത്ഥിക്കുന്ന ചില മേഖലകളെ നോക്കി പരിശുദ്ധാത്മാവ് ആമേൻ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൂത് കൈമാറുകയാണ്. ഒരു ജയം, വിടുതൽ കൽപ്പിക്കാൻ പോവുകയാണ്. അസ്തരേ രഗന ഘടകധര ഘടകമന മിരിയാവിനെ പോലെ തപ്പെടുത്തുകൊള്ളുക. കയ്പ് കണ്ടുകൊണ്ട് ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. സ്റ്റക്കായി പോലെ ചില യാത്രകളെ വീണ്ടും ദൈവം പുനരാരംഭിക്കാൻ പോവുകയാണ്. മുടങ്ങിപ്പോയത്, ചില വഴി മുടങ്ങിയത്, നിന്നുപോയ ചിലത് ദൈവാത്മ വീണ്ടും പുനരാരംഭിക്കാൻ പോവുകയാണ്. വൃക്ഷം വെട്ടി വെള്ളത്തിൽ ഇടത്തൊക്കെ നിലയിൽ എന്റെ ദൈവം അവിടെ പ്രത്യേക നിയോഗം മോശയ്ക്ക് നൽകിയതുപോലെ ചില പ്രത്യേക നിയോഗങ്ങൾ കൂടാരത്തിലുള്ള ചിലതിന്റെ മേൽ പരിശുദ്ധാത്മ കൈമാറ്റം ചെയ്യുകയാണ്. യുനമന റമന ഘടകതലഗസിയ. എന്നാണ് ഈ വൃക്ഷം നട്ടത്? ഇവരെ ജനിച്ചപ്പോൾ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ദൈവം തമ്പുരാൻ ഈ വൃക്ഷത്തൈ അവിടെ നട്ടു.
ഇവര് മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇന്ന് തൈ അവിടെ വളർന്നു. സ്തോത്രം. നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. കയ്പും മാറി. ആമേൻ. സ്തോത്രം. മധുരം പുറപ്പെട്ടു. 70 ഈന്തപ്പനയുടെ നന്മകൾ, എലീമിന്റെ ഉറവകളെ ദൈവം തുറന്നു തന്നെങ്കിൽ ഇന്ന് പകൽ കർത്തൃദാസിയെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. എവിടെ കയ്പനുഭവിച്ചോ, എവിടെ വേദന അനുഭവിച്ചോ, എവിടെ തലമുനിക്കുമെന്ന് പിശാച് പറഞ്ഞോ, അവിടെ തന്നെ ഒരു ആദരവും മാന്യതയും നൽകി ഒരു തേജസ്സിന്റെ ശുശ്രൂഷയ്ക്കായി കൂടാരത്തിൽ ചിലതിനെ ദൈവാത്മാ പുറത്തു കൊണ്ടുവരുന്ന കാലഘട്ടങ്ങൾ വിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഞാൻ മടങ്ങി വരുന്നു. അവൻ തന്നെ വചനമയച്ചവരെ സൗഖ്യമാക്കി. 28, 29 വാക്യം. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. അപ്പൊ മുൻപോട്ട് പോകാൻ കഴിയാത്ത നിലയിൽ, അസാധാരണമായ നിലയിൽ കൊടുങ്കാറ്റടിച്ച് തിരമാലകളെ ഇളക്കി വിട്ട് ശാന്തത നഷ്ടപ്പെടുത്തിയ ആ പഴയ നിയമ ഇസ്രായേലിനെ ആമേൻ സ്തോത്രം ദൈവം എത്തിക്കാൻ പദ്ധതി ഇട്ടെടുത്ത് എത്തിച്ചെങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ചു കൊള്ളുക. ചില ദിവസങ്ങളായി, ദിനരാത്രങ്ങളായി നിന്റെ ലൈഫിന് നേരെ, ശുശ്രൂഷയ്ക്ക് നേരെ, ആയുസ്സിന് നേരെ, ആരോഗ്യത്തിന് നേരെ ഉയർന്നു വരുന്ന കൊടുങ്കാറ്റ് സമാനമായ ചില മേഖലകളെ സ്വർഗ്ഗം ശാന്തമാക്കാൻ പോകുകയാണ്. ചില തിരമാലകളെ സ്വർഗ്ഗം അടക്കാൻ പോകുകയാണ്. ശാന്തത കൽപ്പിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഇന്ന് ആമേൻ ആത്മാവിൽ ചേർന്നെന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. നിലവിളിക്കാൻ തയ്യാറാകട്ടെ, പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. ആരോ ഒരിക്കൽ പറഞ്ഞു, നിലവിട്ടുള്ള വിളിയാണ് നിലവിളി. നിലവിളിക്കണം. മനുഷ്യന്റെ മുമ്പിൽ കരഞ്ഞാൽ മറുപടി പ്രതീക്ഷിക്കും. ഒരുപക്ഷെ മനുഷ്യൻ നമ്മെ അപമാനിച്ചത്, എന്നാൽ നമ്മുടെ സകല സങ്കടങ്ങളും വേദനകളും കുറവുകളും പോരായ്മകളും എല്ലാം നമുക്ക് ഇറക്കി വെക്കാൻ കഴിയുന്ന ഒരിടം സ്തോത്രം ആ കരുണയുടെ ഇടമാണ്. അതുകൊണ്ട് ആമേൻ സ്തോത്ര കരുണ ലഭിപ്പാൻ, സഹായത്തിനുള്ള കൃപ വായ്പാനുമായി ആ കരുണാസനത്തിലേക്ക് അടുത്തു വരാൻ ദൈവാത്മാവ് നമ്മോടെല്ലാം ശക്തമായി ഇടപെടുകയാണ്. ഞാൻ മടങ്ങി വരട്ടെ. കനാന്യ സ്ത്രീ കർത്താവിന്ന് വിളിച്ചു, നിലവിളിച്ചു, ദാവീദ് പുത്രാ എന്ന് നിലവിളിച്ചു. പക്ഷേ ഒരു വാക്കും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സംസാരിച്ചില്ല. സെഫനിയാവിന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം ഇങ്ങനെ: നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കും. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. അവൻ തന്റെ സ്നേഹത്തിൽ മിണ്ടാതിരിക്കും. കണ്ടോ? നമുക്കൊക്കെ സ്നേഹം കൂടുമ്പോൾ, വാത്സല്യം കൂടുമ്പോൾ, താല്പര്യം ഉള്ളപ്പോഴാണ് നമ്മള് മെയിൽ ചെയ്യുന്നതും വിളിക്കുന്നതും സംസാരിക്കുന്നതും പ്രത്യേകിച്ച് കൈ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്, അല്ലേ? നമുക്ക് ആരോടെങ്കിലും അല്പം പ്രയാസം, ഹൃദയത്തിനകത്ത് ഒരു ചെറിയ നീരസം ഉണ്ടെങ്കിൽ നമ്മൾ പൊതുവെ അകലം വിട്ടു പോകാൻ താല്പര്യപ്പെടുന്ന പ്രകൃതമാണ് മനുഷ്യൻ. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളായ നമ്മുടെ ആൾക്കാർ. നമ്മ പുറമെ കൈയൊക്കെ കൊടുക്കുക, ഹസ്തദാനമൊക്കെ ചെയ്യുമെങ്കിൽ ഉള്ളിൽ നീരസമാണ്, പിണക്ക. ദൈവം ആർക്കാ നല്ലവൻ? 73-ാം സങ്കീർത്തനം 1-ാം വാക്യം വചനത്തിന്റെ ഒരു വെളിപ്പാട് ദൈവം തരികയാണല്ലോ. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയം ഉള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 10-15. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ രേഖാബിന്റെ മകനായ യോനാദാബിനോട് യേഹൂ പറയുകയാ, എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന പോലെ നിന്റെ ഹൃദയം എന്നോട് പരമാർത്ഥമാണെങ്കിൽ നീ എനിക്ക് കൈതരിക്കുക. സത്യത്തിൽ കൈ കൊടുക്കണമെങ്കിൽ പോലും പരമാർത്ഥത വേണം. എവിടെയൊക്കെയോ പരമാർത്ഥത നഷ്ടപ്പെട്ടത്. കുടുംബാംഗങ്ങൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, സഹോദരിമാര് തമ്മിൽ, ആമേൻ സ്തോത്ര സഭയിലുള്ള ദൈവമക്കൾ തമ്മിൽ, ആമേൻ സ്തോത്ര കമ്പനിയിൽ, ആമേൻ അധികാരികളുള്ള ബന്ധത്തിൽ, സഹപ്രവർത്തകர்களுള്ള ബന്ധത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു മാനസിക അകൽച്ച വന്നെങ്കിൽ പലരും വേദനിപ്പിച്ചിട്ടുണ്ട്, സത്യമാണ്. പലരും മുറിവേൽപ്പിച്ചിട്ടുണ്ട്, സത്യമാണ്. പലരും ഉപദ്രവിച്ചിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ കൂടപ്പിറപ്പേ, ഞാൻ ആത്മനിറവോട് ഇന്ന പകൽ ഈ ആമേൻ പ്രഭാതത്തിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ദൂത് കൈമാറാ. ആമേൻ ആരോടും പക വേണ്ട, ആരോടും വിദ്വേഷം വേണ്ട, ആരോടും പിണക്കം വേണ്ട, ആമേൻ സ്തോത്രം ആരോടും മുറിവ് വേണ്ട. അത് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാണ്. അത് നമ്മുടെ അഭിഷേകം തെളിയുന്നതിന് തടസ്സമാണ്. അത് നമ്മുടെ ശുശ്രൂഷയ്ക്ക് തടസ്സമാണ്. നമ്മളിലുള്ള ദൈവകൃപ ജ്വലിക്കുന്നതിന് തടസ്സമാണ്. നമ്മുടെ വാക്തത്വങ്ങൾക്ക് തടസ്സമാണ്. നമ്മുടെ ശുശ്രൂഷകൾക്ക് തടസ്സമാണ്. ആരോടും നീരസം വേണ്ട, ആരോടും അകൽച്ച വേണ്ട. ഉപദ്രവിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. അപ്പൊ നമ്മുടെ പ്രകൃതം നമുക്ക് സ്നേഹവും വാത്സല്യമൊക്കെ കൂടുമ്പോഴാണ് നമ്മൾ മെയിൽ ചെയ്യുന്നത്, ചാറ്റ് ചെയ്യുന്നത്, നമ്മൾ വിളിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ തന്റെ സ്നേഹത്തിൽ, അതിന് തെളിവുണ്ടോ? ധാരാളം തെളിവുകൾ ബൈബിളിലുണ്ട്.
ഞാൻ ഒരു കഥാപാത്രത്തെ ജസ്റ്റ് ഒന്ന് വേഗത്തിൽ പറഞ്ഞു വിടാം. ഇയ്യോബ് അല്ലേ? നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. എഴുത്തുകാരൻ സാക്ഷ്യം പറഞ്ഞിരിക്കുക. ദൈവം സാക്ഷ്യം പറഞ്ഞു 1:8-9. എന്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? സാധാരണ ചോദിക്കുക. അവനെ പോലെ നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ ആരുമില്ല. ദൈവം സാക്ഷ്യം പറഞ്ഞു. സാത്താൻ പറഞ്ഞു അവൻ വെറുതെയോ ദൈവഭക്തനായിരിക്കുന്നത്. അപ്പൊ സാത്താനും പറഞ്ഞു ഇയ്യോബേ നീ ഭക്തനാ. ദൈവത്തോട് പറയുക നിന്റെ ദാസനാ ഇയ്യോബ് ഭക്തൻ. യെസ്. 2:8-9 ഭാര്യ സാക്ഷ്യം പറഞ്ഞു നീ നിന്റെ ഭക്തി വെറുതെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ 4 കൂട്ടര് സാക്ഷ്യം പറഞ്ഞൊരു മനുഷ്യൻ. ധാരാളം കാര്യങ്ങളോട് പറയാനുണ്ടെങ്കിൽ അവിടെ ഒന്നും നിൽക്കുന്നില്ല. നമുക്കറിയാം ഒരു ദിവസം തന്റെ 10 കുഞ്ഞുങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. നഷ്ടപ്പെട്ടെന്നൊക്കെയാണ് നമ്മുടെ ദൈവദാസന്മാർ പറയുന്നെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു വെളിപ്പാട് ഞാൻ പറയാം. കുഞ്ഞുങ്ങൾ ഭൂമിയിൽ ഇല്ലെങ്കിലും അവർ കർത്താവിന്റെ സന്നിധിയിലും. കാരണം അവർ ദൈവകൃപയിൽ വളർന്നവരാ, ഭക്തിയിൽ വളർന്ന കുഞ്ഞുങ്ങളാണ്. അപ്പൻ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വിരുന്ന് നാളുകൾ വട്ടം തേക്കുമ്പോൾ എന്റെ മക്കൾ പാപം ചെയ്ത് ദൈവത്തെ തെറ്റിച്ച് കളയുമെന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം ആളയച്ചു വരുത്തി അവർക്ക് വേണ്ടി ഹോമയാഗം നടത്തി. അപ്പൊ വീട്ടിൽ പ്രാർത്ഥിച്ചു. സ്തോത്രം. ഹി വാസ് എ പ്രേയിങ് മാൻ, ഹി വാസ് എ പ്രോസ്പറസ് മാൻ. സ്തോത്രം. ഹി വാസ് എ പെർഫെക്റ്റ് മാൻ, നീതിമാനായ ഒരു മനുഷ്യൻ. ശ്രദ്ധിക്കൂ, ഇത്രയൊക്കെ ദൈവത്തിന്റെ വചനം സവിശേഷത പറയുന്ന എഴുത്തുകാരൻ സാക്ഷ്യം പറഞ്ഞ, ദൈവം സാക്ഷ്യം പറഞ്ഞ, ദുഷ്ടപിശാച് സാക്ഷ്യം പറഞ്ഞ, ഭാര്യ സാക്ഷ്യം പറഞ്ഞ, ആമീൻ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, സമ്പത്തുണ്ടായിരുന്ന നീതിമാനായ ഒരു മനുഷ്യന്റെ വീട്ടിൽ കൊടുങ്കാറ്റടിച്ച് ഒരു ദിവസം കൊണ്ട് 10 മക്കൾ കർത്താവിന്റെ സന്നിധി ചേർന്നു. പിന്നീട് നമുക്ക് ആ ലൈഫ് എല്ലാം അറിയാം. ഞാൻ ഒരു വചന വെളിപ്പാട് പറയാൻ 37 അധ്യായം വരെ സർവജ്ഞനായ ദൈവം ഇയ്യോബിനോടൊന്നും മിണ്ടുന്നു. ഇയ്യോബ് മിണ്ടുന്നുണ്ട്, ഭാര്യ മിണ്ടുന്നുണ്ട്, സ്നേഹിതന് മിണ്ടുന്നുണ്ട്, പലരും സംസാരിക്കുന്നുണ്ട്. പക്ഷേ മിണ്ടേണ്ട ദൈവം ഇയ്യോബിനോട് മിണ്ടുന്നു. ഒരു കാര്യം ദൈവത്തിന് നന്നായി അറിയാം. 37 അധ്യായമല്ല 370 അധ്യായം ഞാൻ മിണ്ടിയില്ലെങ്കിലും എന്റെ ദാസന ഇയ്യോബാണെന്ന നല്ല കോൺഫിഡൻസ് ദൈവത്തിന് ഇയ്യോബിനുണ്ടായി. കൂടപ്പുറപ്പെ സഹോദരങ്ങളെ, അഭിഷക്തന്മാരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് ഒരു ദിവസം മിണ്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യ മിണ്ടിയില്ലെങ്കിൽ, ഭർത്താവ് മിണ്ടിയില്ലെങ്കിൽ, കൂടപ്പുറപ്പുകൾ ഒരുപക്ഷെ മിണ്ടിയില്ലെങ്കിൽ, നമ്മുടെ വിശ്വാസികൾ കൂട്ടായ്മയ്ക്ക് ചെല്ലുമ്പോൾ നമ്മോടൊന്ന് സംസാരിച്ചില്ലെങ്കിൽ നിശ്ചയമായി നമുക്കൊരു വിഷമമൊക്കെ ഉള്ളിൽ തട്ടാറില്ലേ? സ്തോത്രം, സ്തോത്രം. ഇവിടെ സർവജ്ഞനായ ദൈവം ഇയ്യോബിനോട് മിണ്ടിയില്ല. ഒരു കാര്യം നല്ല ഉറപ്പാണ്, സ്തോത്രം, ഇയ്യോബിനെ ദൈവത്തിന് അത്രയ്ക്ക് വിശ്വാസം. ഞാൻ ആത്മനിറവിൽ പറയുന്നു, ചില വിഷയത്തിൽ എൻ്റെ ദൈവം മിണ്ടാതിരിക്കും, മൗനം വീക്ഷിക്കുന്നു. നിന്നോട് പിണങ്ങട്ടെ, നിങ്ങൾ എന്തോ വലിയ അപരാധം ചെയ്തിട്ട്, പാപം ചെയ്തിട്ട്, നിങ്ങൾ എന്തോ ട്രാക്ക് തെറ്റി ഓടിയത് കൊണ്ടല്ല. സ്തോത്രം. നീ സ്തോത്രം എന്താണെന്നറിയാൻ, നിന്റെ അകത്ത് കിടക്കുന്ന വിശ്വാസം പുറത്തു കൊണ്ടുവരാൻ എന്റെ കർത്താവ് മൗനം വീക്ഷിക്കുകയാണ്. എന്നോടുള്ള ദൈവത്തിന്റെ ഇടപെടൽ എന്ന ആത്മമണ്ഡലത്തിൽ തിരിച്ചറിയുന്ന ദൈവമക്കളൊന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? 38-ാം അധ്യായത്തിൽ എന്റെ ദൈവം മിണ്ടിയില്ലേ? ചുല്ലിക്കാറ്റിലൂടെ ദൈവം സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പാകട്ടോ, കൊടുങ്കാറ്റ് പലതിനെ അപകരിച്ചു എങ്കിലും, നഷ്ടമാക്കിയെങ്കിലും, സ്വസ്ഥത കെടുത്തിയെങ്കിലും, സമാധാനം കെടുത്തിയെങ്കിലും, ശരീരത്തിൽ ചില വേദനകളും ദണ്ഡനങ്ങളും ഒക്കെ സംഭവിച്ചെങ്കിലും, ചുള്ളിക്കാറ്റിലൂടെ എന്റെ ദൈവം സംസാരിക്കാൻ തുടങ്ങി. ഉടകമനഘടകമനഘടകസിയ 100-ൽ പരം ചോദ്യങ്ങൾ ഇയ്യോബിനോട് എന്റെ ദൈവം അക്കമിട്ട് നിരത്തി ചോദിക്കുക. ഒടുവിൽ ഇയ്യോബ് പറയുക 42:2 നിങ്ങൾക്കറിയാമെങ്കിൽ എന്നോട് ചേർന്ന് പറയണം കേട്ടോ, നിനക്ക് സകലവും കഴിയും, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. അങ്ങനെയെങ്കിൽ സകല പ്രശ്നങ്ങൾക്കും സകല വിഷയങ്ങൾക്കും പരിഹാരം തരാൻ കർത്താവേ നിനക്ക് കഴിയുമെന്ന് ഇന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഇയ്യോബ് പറഞ്ഞു, ദൈവമേ നിനക്ക് സകലവും കഴിയും.
അങ്ങയുടെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. ഉടമനവനബലഭംഗരകല. ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം വരുത്തും. ഇപ്പോഴത്തെ രോഗം മാറും, ഇപ്പോഴത്തെ ഇടുക്കങ്ങൾ മാറും. ഓ തലമുറയുടെ ചില വിഷയത്തിൽ മേൽ വിടുതൽ വെളിപ്പെടും. കുടുംബ പശ്ചാത്തലത്തിൽ ചില വിടുതലുകൾ കൈമാറും. നമ്മെ കരയിക്കുന്ന, നുറുങ്ങുന്ന, വേദനിക്കുന്ന ചില മേഖലകളെ നോക്കി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിനക്ക് സകലവും കഴിയുമെന്ന് പറ, അങ്ങേക്ക് ഉദ്ദേശമുണ്ടെന്ന് പറ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ദോഷമെന്ന് നാം കരുതുന്ന, വേദനയെന്ന് കരുതുന്ന, തിന്മയെന്ന് കരുതുന്ന എല്ലാം കൈവിട്ടു പോയി, ദൈവം പോലും എന്നെ മറന്നുപോയി എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് പകലില്ല. അവിടുന്ന് നമ്മെ മറന്നിട്ടില്ല. അവിടുന്ന് നമ്മെ ഓർക്കുന്നൊരു ദൈവമാണ്. ഞാൻ മടങ്ങി വരട്ടെ. യോബിന്റെ ജീവിതത്തിൽ നഷ്ടമായതെല്ലാം ദൈവം മടങ്ങി. സെഫനിയ 3:17 ഈ വചനം ഒന്ന് കണക്ട് ചെയ്തേ. അവൻ തന്റെ സ്നേഹത്തിൽ മിണ്ടാതിരിക്കും. കനാനി സ്ത്രീയോള ബന്ധത്തിലും ഇത് തന്നെയല്ലേ സംഭവിച്ചത്? അവൻ അവളോട് ഒരു വാക്കും. ഞാൻ ചോദിക്കട്ടെ, നമ്മെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പ്രത്യേക സിറ്റുവേഷന് സാമ്പത്തികമായി ഞെരുങ്ങുന്ന ഒരു കുടുംബം, ഒരു വ്യക്തി നമ്മുടെ അടുക്കൽ വന്ന് ഇച്ചിരി പൈസ ചോദിച്ചു. നാം കൊടുക്കേണ്ട മറുപടി, നിൽക്കെ ഞാൻ എടുത്തോണ്ട് വരാം, അല്ലെങ്കിൽ പിന്നെ തരാം, പോയി വാ. അല്ലെങ്കിൽ മറ്റൊരു മറുപടി, എന്റെ കയ്യിലില്ല എന്നാണ് നാം പറയേണ്ട ന്യായമായ മറുപടി. ഇത് നാം പറയുന്നില്ലെങ്കിൽ നമ്മുടെ അടുക്കൽ വന്ന വ്യക്തി ഞെരുക്കമുണ്ടെങ്കിലും എടുക്കമുണ്ടെങ്കിലും മാന്യതയുള്ള ആളായതുകൊണ്ട് അവര് ഒരു 5 മിനിറ്റോളം നിന്നിട്ട് അവരങ്ങ് പോകും. വെയിറ്റ് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ ഇവിടെ കർത്താവ് മൗനം വീക്ഷിച്ചു. ആ കനാന സ്ത്രീ കർത്താവിനെ വിട്ടേച്ച് പോയില്ല. ഇന്ന് പകൽ ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുകയാണ്. കർത്താവിന്റെ മൗനത നമ്മുടെ വിഷയത്തെ പരിഗണിക്കാമെന്നാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ചില വിഷയത്തിന്റെ വിടുതല് മൗനമായിട്ട് ഊടമന ഘടകസി നിശബ്ദതയാണെങ്കിലും, ഒരനക്കമില്ലെങ്കിൽ, ഒരു ചലനമില്ലെങ്കിലും, ചില വിഷയത്തിൽ ഒരു വിടുതൽ പ്രത്യക്ഷ തലത്തിൽ കാണാൻ കഴിയുന്നതിന് നിങ്ങൾ ഹൃദയം തുറന്ന് വിശ്വസിക്കെ. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ദൂത. നിങ്ങളോട് സംസാരിക്കാൻ എന്റെ ഹൃദയത്തിൽ ദൈവം പ്രാർത്ഥനാമുറിയിൽ തന്ന സന്ദേശമാണ്. പ്രസംഗിക്കാൻ 100 പ്രസംഗങ്ങൾ നൂറുകണക്കിനുണ്ടെങ്കിലും ദൈവാത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ ദൂത് കൈമാറുകയാണ്. ചില മൗനതയുടെ പിൻപിലും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. മൗനത അവഗണിക്കുകയല്ല, അത് മനുഷ്യനാണ് മൗനതയുടെ പിൻപിൽ ഒരു പക്ഷെ അവഗണിക്കുന്നത്. ദൈവത്തിന്റെ മൗനതയ്ക്കകത്ത് പരിഗണനയുണ്ട്, പരിഹാരമുണ്ട്, വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, വിഷയങ്ങൾക്ക് ആശ്വാസമുണ്ട്. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്ന ദൈവമക്കളുടെ മേൽ ഒരു പ്രത്യേക അസാധാരണമായ ദൈവമഹത്വം പരിശുദ്ധാത്മ കൽപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ മേൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ, തലമുറയുടെ മേൽ, കുടുംബത്തിന്റെ മേൽ, ശുശ്രൂഷയുടെ മേൽ, നിന്റെ ബിസിനസിന് മേൽ, ജോലിയുടെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. എന്റെ കർത്താവ് ഒരു വാക്കും അവളോട് ഉത്തരം പറഞ്ഞില്ല. അപ്പൊ ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഒരു യവനായ സ്ത്രീയായ, പുറംജാതിക്കാരിയായ സ്ത്രീയോട് യേശു പറയത്തക്ക നിലയിൽ ഈ സ്ത്രീ കർത്താവിന്റെ പക്കൽ കൊടുത്ത ഒന്നാമത്തെ കനത്ത വില സൈലൻസ്, മൗനം, നിശബ്ദത. നിശബ്ദമായിരിക്കേണ്ട ഇടത്ത് നിശബ്ദമായിരിക്കും. എല്ലായിടത്തും പ്രതികരിക്കും, എല്ലായിടത്തും കയറി ആൻസർ പറയുക, എല്ലാറ്റിനും മറുപടി പറയാൻ നിൽക്കരുത്, എല്ലായിടത്തും നമ്മുടെ ന്യായം പറയാൻ നിൽക്കേണ്ട. ചില മേഖലകളിൽ ദൈവത്തിന് തിരുശ്ശേരിക്ക് പിമ്പിലൊന്ന് മൗനമായി ഇരിക്കെ, കർത്താവ് മൗനമാണെന്ന് നിനക്ക് തോന്നിയാലും തക്ക സമയത്ത് എന്റെ ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്താൻ പോവുകയാണ്. അപ്പൊ ഒന്നാമത്തെ വില മൗനതയാണ്. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞു. സ്തോത്രം. അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു ശിഷ്യൻ. 24-ാം വാക്യം, കർത്താവ് ആ സ്ത്രീയോട് പറയുക, അതിനവൻ
ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കത്രേ എന്നെ അയച്ചിരിക്കും. ആരായി കാണാതെ പോയ ആട്? നമുക്കറിയാം, യഹൂദന്മാർ. നമുക്കറിയാം, നമ്മുടെ കർത്താവ് വന്നത് തന്നെ, സ്തോത്രം, ആദ്യം മശിഹായിലൂടെയുള്ള സകല വിടുതലുകൾ കൈമാറേണ്ടത് യഹൂദന്മാർ. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യോഹന്നാൻ 1:11, അല്ലെ? സ്തോത്രം. നമ്മുടെ കർത്താവ് തന്നെ വാമൊഴിയായി പറഞ്ഞിട്ടുണ്ട്, മത്തായി സുവിശേഷം 10-5 വാക്യം. ആമേൻ. സ്തോത്രം. ഈരണ്ട് പേരായി കർത്താവ് തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുന്നുണ്ട്, ജാതികളുടെ അടുക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ യവനായ ജാതി, പുറംജാതിക്കാരായ ആൾക്കാരുടെ അടുക്കിലേക്ക് പോകരുത്. ആമേൻ. സ്തോത്രം. ആദ്യം നിങ്ങൾ പോകേണ്ടത് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയി ആടുകളുടെ അടുക്ക് ചെല്ലണം. ആമേൻ. സ്തോത്രം, സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് പോലും വാമൊഴിയായി പറഞ്ഞത് കാണാതെ പോയ ആടുകളായ യഹൂദന്റെ അടുക്കിലേക്ക് ചെല്ലണം. സ്തോത്രം. റോമാലേഖനം 1:16 വായിക്കുന്നു. ആമേൻ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന യവനും ആദ്യം യഹൂദൻ, പിന്നെ യവൻ. അപ്പൊ പ്രിഫറൻസ് അല്ല യഹൂദൻ. അപ്പൊ ശ്രദ്ധിക്ക് പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇവിടെ പറയുകയാ, കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചു. റിജക്ഷൻ, തിരസ്കരിച്ചു. ഉണ്ടോ? വളരെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ വന്ന കനാന്യ സ്ത്രീയോട് കർത്താവ് പറയുന്നത് റിജക്ഷൻ ആണ്, തിരസ്കരണം. സ്തോത്രം. കർത്താവിന് ഇവിടെ ഇഷ്ടമല്ലയോ? പുറംജാതിക്കാരി ആയതുകൊണ്ടാണോ ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ പിന്നീട് പറയാം. ഒരിക്കലുമല്ല. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ പക്കൽ ഈ സാധു സഹോദരി കൊടുത്ത രണ്ടാമത്തെ വില റിജക്ഷൻ. പ്രിയപ്പെട്ടവരെ, ഈ ലോകം നമ്മെ പലപ്പോഴും റിജക്ട് ചെയ്യുന്നത്, നമ്മുടെ ചില പേപ്പേഴ്സുകൾ ചില മേഖല റിജക്റ്റ് ആയി പോയെന്നവര്, നാം കൊടുത്ത ചില CV പലരും റിജക്ട് ചെയ്തെന്ന് വരാം. നമുക്ക് ലഭിക്കേണ്ട ചില പ്രൊമോഷനുകളെ പലരും തടഞ്ഞു വെച്ചെന്ന് വരാം. എന്നാൽ ആമേൻ, ദൈവം അങ്ങനെയല്ല. അവൻ നമ്മെ റിജക്ട് ചെയ്തെന്ന് നമുക്ക് തോന്നിയാലും നിശ്ചയമായും അതിനകത്തൊരു മറുപടി ഉണ്ട്, അതിനകത്തൊരു ദൈവഹിതമുണ്ട്, അതിനകത്തൊരു ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഓ ഷബാലാബാലബ സന്തലരകന. സമയം മുൻപോട്ട് പോകുന്നല്ലോ. അപ്പൊ ശ്രദ്ധിക്ക്, കനാന്യ സ്ത്രീ യേശുവിന്റെ പക്കൽ കൊടുത്ത രണ്ടാമത്തെ വില റിജക്ഷൻ, തിരസ്കരണമാണ്. ആ സാധുവായ സഹോദരി എന്താ മറുപടി പറഞ്ഞത്? 25 വാക്യം. അവൾ വന്ന് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. സ്തോത്രം. കർത്താവ് കൊടുത്ത മറുപടി, അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത്. കണ്ടോ? 3 പദങ്ങൾ: മക്കൾ, അപ്പം, നായ്ക്കുട്ടി. മക്കൾ ആരാന്ന് ഞാൻ പറഞ്ഞു, യഹൂദന്മാർ. നായ്ക്കുട്ടി ആരാ? കനാന്യ സ്ത്രീ. പക്ക നീ തന്നെ. നമ്മെ നോക്കി ആരെങ്കിലും ബ്രദറെ എന്ന് വിളിച്ചാൽ നിശ്ചയമായിട്ട് 2 ആഴ്ച സഭായുധത്തിന് പോകാൻ മനസ്സില്ലാത്തവരാ നമ്മളാൾക്ക്. പ്രത്യേകിച്ച് ശുശ്രൂഷ നിൽക്കുന്ന ഒരു കൊച്ചു ഉപദേശിയെ ആരെങ്കിലും ബ്രദറെ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നീട് 3 ആഴ്ച അതിലൂടെ മിണ്ടത്. ബൈബിൾ കോളേജിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ എല്ലാവരും റവറൻഡ് ഡോക്ടർ ആകാനാ താല്പര്യം. അതൊക്കെ ആയിക്കോട്ടെ, അവരോട് വിളി പോലെ നടക്കട്ടെ. പക്ഷെ ഞാനൊരു കാര്യം പറയാ, ആരെങ്കിലുമൊക്കെ നമ്മെ നോക്കി എവിടെങ്കിലുമൊക്കെ വിരൽ ചൂണ്ടി കുറ്റം പറഞ്ഞ് നമ്മെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് പ്രതികരിക്കേണ്ടത്. സ്തോത്രം. ന്യായമായി നമുക്ക് ലഭിക്കേണ്ട പൊസിഷൻ തടഞ്ഞവരുണ്ട്, നമ്മുടെ ന്യായമായി ലഭിക്കേണ്ട ചില അനുഭവങ്ങളെ തടഞ്ഞവരുണ്ട്. അവരോടൊന്നും വൈരാഗ്യബുദ്ധി വേണ്ട. സ്തോത്രം. നമ്മെ അപമാനിക്കാൻ അവസരം നോക്കിയിരിക്കുക പലരും. കൂട്ടം കൂടി അറ്റാക്ക് ചെയ്യാൻ, ഇല്ലായ്മ ചെയ്യാൻ, തേജോവധം ചെയ്യാൻ, എവിടെയെങ്കിലും നമ്മെ ഒതുക്കാനാണ് പലരും പിശാചിന്റെ രൂപത്തിലും ഭാവത്തിലും വേഷത്തിലും ഒക്കെ ഇറങ്ങി വരുന്നതെങ്കിലും ഞാൻ ആത്മാവിൽ പറയുന്നു, അപമാനം സഹിക്കേണ്ടി വന്നാലും ചിലയിടത്ത് നീ പ്രതികരിക്കരുത്, പ്രതികരിക്കരുത്, പ്രതികരിക്കരുത്. അടകാരകത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അപമാനം അലക്ഷ്യമാക്കി. യെസ്. ഉടമന റമന ഘടകധര ഘടകതലകസി. കനാന്യ സ്ത്രീ അപമാനം സഹിച്ചു. അപ്പൊ മക്കൾ യഹൂദന്മാർ, നായ്ക്കുട്ടി കനാന്യ സ്ത്രീ നീയാ. അപ്പൊ എന്താ? 4 കാര്യങ്ങൾ പറയാം. ധാരാളം കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് അപ്പവുമായി ബന്ധപ്പെട്ട് അതിനെ വിവക്ഷ പറയാനുണ്ടെങ്കിൽ 4 കാര്യം പറയാനേ സമയമുള്ളൂ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉപവസിച്ചു, അല്ലേ? 40 രാവും പകലും ഉപവാസം കഴിഞ്ഞ് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടു.
പിശാച് അടുത്തു പോകും. ഒന്നാമത്തെ ചോദ്യം, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരും. കർത്താവ് കൊടുത്ത മറുപടി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കും. അപ്പൊ അപ്പം എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കുടുക്ക് ചോദ്യങ്ങളുമായി നമ്മളെ കുരുക്കാൻ പലരും പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ അടുത്തു വരുമ്പോൾ തിരിച്ച് വാക്കുകൊണ്ട് പ്രതികരിക്കാനല്ല, ദൈവവചനം കൊണ്ട് ആത്മാവിൽ പ്രതികരിക്കും. സ്തോത്രം, സ്തോത്രം. ദൈവവചനം അപ്പമാണ്. 2 ലൂക്കോസ് 11:11-12 വാക്യം. എന്നാൽ നിങ്ങളിൽ ഒരപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ലെ? മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അല്ലെ? യോർദാൻ നദിയിൽ കാണുന്ന 3 കാര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവ് പറയുകയാണ്. യോർദാൻ നദിയുടെ ആ കരയിൽ ഇരുന്നു കൊണ്ട് അമ്മയുടെ അല്ലെങ്കിൽ അപ്പന്റെ മടിയിലിരിക്കുന്ന തിരിച്ചറിവില്ലാത്ത ഒരു കുഞ്ഞ് യോർദാൻ നദിയിൽ കാണുന്ന 3 കാര്യം കണ്ടിട്ട് 3 കാര്യം പറയും. സ്തോത്രം. ഈ മാർബിൾ പോലെയുള്ള വലിയ കല്ലുകൾ യോർദാൻ ആറ്റിലുണ്ട്. ഈ കല്ല് കണ്ടിട്ട് തിരിച്ചറിവില്ലാത്ത കുഞ്ഞ് മമ്മിയോട് പറയും, അല്ലെങ്കിൽ പപ്പായോട് പറയും, ഇതാണ്ട് അപ്പമാണെന്നും പറഞ്ഞ് വിവേകമുള്ള, പക്വതയുള്ള, പരിജ്ഞാനമുള്ള അപ്പനും അമ്മയും ഈ മാർബിൾ കല്ലെടുത്ത് കുഞ്ഞിന് കൊടുക്കില്ല. രണ്ടാമത്തെ ചിന്ത, യോർദാൻ ആറ്റിൽ പാമ്പുകൾ ഇങ്ങനെ നീന്തി പോകും. ഈ പാമ്പ് ഇങ്ങനെ പോകുമ്പോൾ കൊച്ചുകുട്ടിയുടെ ധാരണ ചിന്ത മീൻ പോകും. അപ്പൊ മീനാണെന്ന് കരുതി പാമ്പിനെ പിടിച്ച് പക്വതയുള്ള പേരൻസ് കൊടുക്കും. മൂന്നാമത്തെ ചിന്ത, സ്തോത്രം, നല്ല വലിയ വെളുത്ത തേളുകൾ ചുരുണ്ടുകൂടിയിരിക്കുമ്പോൾ സ്തോത്രം കൊച്ചു കുഞ്ഞു പറയും മുട്ടയാണ്. അപ്പൊ യോർദാൻ ആറ്റി കാണുന്ന 3 കാര്യങ്ങൾ കണ്ടുകൊണ്ട് തിരിച്ചറിവില്ലാത്ത കുഞ്ഞ് അപ്പനോടും അമ്മയോടും പറയുമ്പോൾ പക്വതയുള്ളവരെ മാർബിൾ കല്ലും പാമ്പിനെയും തേളിനെയും പിടിച്ച് കുഞ്ഞിന് കൊടുക്കില്ല. അതുകൊണ്ടാ കർത്താവ് പറയുന്നത്, കർത്താവ് ഓരോ സംഭവങ്ങളെ കാണിച്ചാണ് ദൃഷ്ടാന്തങ്ങളായിട്ട് ആ വചനത്തിന്റെ പൊരുള് തെളിയിക്കും. ഇവിടെ സ്തോത്രം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, മീനിന് പകരം പാമ്പിനെ കൊടുക്കില്ലെങ്കിൽ, സ്തോത്രം കല്ലിന് പകരം അപ്പത്തെ കൊടുക്കത്തില്ലെങ്കിൽ, തേളിന് പകരം മുട്ട കൊടുക്കത്തില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദോഷികളായ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് കൊടുക്കാൻ അറിയുന്നതെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ദൈവസഭ ഒരു കാര്യം ഓർത്തുകൊള്ളുക. സ്തോത്രം. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിയ നമ്മുടെ കർത്താവ് തന്റെ തിരുസഭയെ ചേർക്കാൻ മടങ്ങി വരാൻ പോവുകയാണ്. എന്നാൽ ശേഷിക്കുന്ന ഒരു കുഞ്ഞായുസ് അത് ആത്മനിറവോടെ അഭിഷേകത്തോടെ മുൻപോട്ട് പോകണമെങ്കിൽ, ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം ദൈവസഭയായി കുടുംബമായി നമുക്ക് നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂടിയേ മതിയാവൂ. സ്തോത്രം. തുണനിൽക്കുന്ന ആത്മാവ്. റോമർ 8:28 26 വണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു, തുണ നിൽക്കുന്നു, പക്ഷവാദം ചെയ്യുന്നു. സത്യത്തിന്റെ ആത്മാവാണ്, വിശുദ്ധിയുടെ ആത്മാവാണ്. ആളത്തവരുമായി പരിശുദ്ധാത്മാവ് ചെയ്യുന്ന 14 കാര്യങ്ങൾ ഞാൻ എൻ്റെ ചർച്ചിൽ മാസങ്ങൾക്ക് മുമ്പ് ക്ലാസ് എടുത്തിട്ടുണ്ട്. സ്തോത്രം. പാപബോധം വരുത്തും. നമ്മുടെ ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം, എന്ത് കൊള്ളരുതായ്മ കാണിച്ചിട്ട് തെറ്റ് ചെയ്തിട്ട് ഒരു പാപബോധവും ഇല്ല, ഒരു മനസാക്ഷിക്കുത്തും ഇല്ല. ഒരു കള്ളം പറഞ്ഞാൽ, അർഹതയില്ലാത്ത ഒരു നന്മ, ഒരു ഡോളർ കൈ വന്ന, ഒരു പണം കൈ വന്നാൽ പരിശുദ്ധാത്മാകത്തുള്ളവന്റെ മനസാക്ഷി കുത്തും. ആരെങ്കിലും വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനസാക്ഷി കുത്തും. സ്തോത്രം. കേൾക്കുന്നുണ്ടോ? എത്ര പേർക്ക് ഞാൻ പറയുന്ന ആത്മാവിൽ ദൂത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്?
റിബാലബല. കുത്തലില്ലെങ്കിൽ, മനസാക്ഷി നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ഉള്ളിലില്ല എന്നുള്ള കാര്യം ആമേൻ ദൈവസഭ മറന്നു പോകരുത് കേട്ടോ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. ആമേൻ. ശ്രദ്ധിക്കുക, എന്റെ പ്രധാന വിഷയം അവിടെയല്ലല്ലോ. അപ്പം പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞു പ്രായത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ, ആത്മസ്നാനത്തിലേക്ക് നയിക്കപ്പെടാൻ, ആത്മനിറവിൻ ജീവിതം നയിക്കാൻ അവർക്ക് വേണ്ടി വളരെ പ്രാർത്ഥിക്കണം. കുറച്ചുകൂടെ ഡോളർ അവിടെ കൈ കിട്ടാനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. 5 ശമ്പളം കിട്ടുന്നത് നല്ലതാ, പൊസിഷൻ കിട്ടുന്നത് നല്ലതാണ്. ആ മിനിസോദർ 2 വീട് ഒരുമിച്ച് വാങ്ങിക്കുന്ന നല്ലതാ, അതൊക്കെ ആയിക്കോ. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയെ നിൽക്കുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിനെ അവരുടെ ഉള്ളത്തിൽ വഹിക്കുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവുമായി ബന്ധമില്ലെങ്കിൽ ആ ലൈഫ് വളരെ വ്യർത്ഥമാണ്, നിരർത്ഥകമാണ്. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ അവിടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത കൂടപ്പിറപ്പേ, അതിനായി നിന്നെ തന്നെ സമർപ്പിക്കണം കേട്ടോ. കുറവുകളെ ഷേറ്റ് പറയണം, ജീവിതത്തെ ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ, അവിടുത്തെ കാര്യസ്ഥനെന്ന ആത്മാവിനെ എനിക്ക് തരണമേ എന്ന് പറയണം. അപ്പൊ അപ്പം പരിശുദ്ധാത്മാവാ. യോഹന്നാൻ 4:34, യേശു അവരോട്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ ഇത് കൗൺസിൽ ഏൽപ്പിച്ചതല്ല, ഏതെങ്കിലും ലീഡർ ഏൽപ്പിച്ചതല്ല, ജനപ്രസിഡന്റ് കൈമാറിയതല്ല, സ്തോത്രം ആരെങ്കിലും കൈവച്ച് ഓർഡിനേഷൻ തന്നതുകൊണ്ട് കിട്ടിയതല്ല. അതൊക്കെ വേണമല്ലോ. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി ആമേൻ കർത്താവാണ് നിങ്ങളെ ശുശ്രൂഷ ഏൽപ്പിച്ചത്. ആമേൻ. ഈ മിനിസ്ട്രിയിൽ ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് അങ്കിളിൽ, ഇന്ത്യ ആൻറ്റി, പ്രിയപ്പെട്ടവരെ, ചേർന്ന് നിൽക്കുന്ന കർത്തൃദാസന്മാരെ, കർത്താവിന്റെ ആമേൻ മടങ്ങി വരെ ഈ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ അഭംഗരം മുൻപോട്ട് പോകാൻ സർവശക്തൻ ഇടയാക്കട്ടെ. ഇതിലൂടെ അനേകരെ ആശ്വസിപ്പിക്കാൻ അങ്കളെ ദൈവാത്മാവിന് പദ്ധതിയുണ്ട് കേട്ടോ. സമയം തീർന്നിട്ടില്ല. പലപ്പോഴും ക്ഷീണമിട്ട്, ബലഹീനതയിട്ട്, ഓർമ്മക്കുറവ് വരുത്തി, പെട്ടെന്ന് പിടിച്ചിരുത്തി കളയാൻ, ഒരു വശം പോലും തളർത്തിക്കളയാൻ, ശിരസ് മുതൽ പാദം വരെ ആമേൻ പല നിലകളിലുള്ള വെല്ലുവിളി ഉയർത്തി പെരുപ്പിട്ടുകൊണ്ട് പോരാടാൻ നിൽക്കുന്ന ചില പോരുകളുടെ മേൽ സ്വർഗം ജയം തരാൻ പോവുകയാണ്. അനേകരുടെ സൗഖ്യത്തിന്, ആശ്വാസത്തിന് ഈ എഡിസൺ മിനിസ്ട്രിയെ ദൈവാത്മ ഉപയോഗിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ ദാസൻ പ്രിയ ആമേൻ സ്തോത്രം ഗാനങ്ങൾ ആലപിച്ച് അഭിഷക്തൻ ഈ ഡിവൈസിലുണ്ടെങ്കിൽ ദൈവാത്മാവ് ദൂത് കൈമാറുകയാണ്. വീണ്ടും ആയിരങ്ങളുടെ നടുവിൽ നിൽക്കാൻ ദൈവം ബലപ്പെടുത്താൻ പോവുകയാണ്. വെളിച്ചമുള്ളിടത്തേക്ക് പ്രാണികൾ എടുത്തു വരുന്നത് പോലെ കർത്തൃദാസനെ ആത്മാവിന്റെ നിറവിൽ വീണ്ടും പാടി അനേകർക്ക് ആശ്വാസം കൊടുക്കാൻ, അനേകർക്ക് സ്വാതന്ത്ര്യമേകാൻ, പുതിയ പാട്ടുകൾ പലതും പിന്നെയും ആത്മാവിൽ പാടി ചില പാട്ടുകൾ ആത്മാവിൽ ചാലിച്ചെഴുതത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് ചില അവസരങ്ങൾ, സാഹചര്യങ്ങൾ, വരുംകാലങ്ങൾ ഒരുക്കാൻ പോവുകയാണ്. ശക്തമായി പ്രാർത്ഥിച്ചു കൊള്ളുക. ഒരു അസാധാരണമായ ദൈവിക വിടുതൽ ദൈവം കൈമാറാൻ പോകുക. ലിൻഡെ ആന്റിയോട് ദൈവാത്മ ഇടപെടുകയാണ്. ജനബൽ പ്രൗഢമന ഹത്തര, മറഞ്ഞുപോയ ചില വെളിപ്പാടുകൾ, മങ്ങിപ്പോയ ചില ശുശ്രൂഷകൾ, മങ്ങിപ്പോയ ചില ദൂതുകൾ ദൈവാത്മ വീണ്ടും പ്രകാശിപ്പിക്കാൻ പോകുകയാണ്. താരം ഊതി 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 വീണ്ടും തീ തെളിയിച്ചെടുക്കുന്നത് പോലെ നവംബർ മാസവുമായി ബന്ധപ്പെട്ട ചില ദിവസങ്ങൾ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കട്ടെ. ഒരു വിശേഷ നിയോഗം ദൈവാത്മ കൈമാറാൻ പോകുകയാണ്. ഒരു ടെലിവിഷൻ ചിത്രം തെളിയുന്നത് പോലെ ചില സാധാരണമായ ദൈവശബ്ദങ്ങൾ വെളിപ്പാടായി ആമേൻ, അത് പ്രത്യേക വചനത്തിന്റെ വെളിപ്പാടുകളായി, പ്രവചന ശബ്ദങ്ങളായി ഒക്കെ ദൈവാത്മ പ്രാർത്ഥനാ മുറി കൈമാറ്റം ചെയ്യാൻ പോവുകയാണ്. എല്ലാ പോരുകളുടെ മേലെ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുന്നു. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവാണ് ശുശ്രൂഷ ഏൽപ്പിച്ചത്. സ്തോത്രം. ഇവിടെ കനാനി സ്ത്രീയുള്ള ബന്ധത്തിൽ അപ്പം രോഗശാന്തി അല്ലെങ്കിൽ ഭൂദോഷാന്തി. ആമേൻ. യേശു കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത്. അതിനാ കനാനി സ്ത്രീ പറഞ്ഞ മറുപടി, കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നു. സത്യത്തിൽ ഈ വിശ്വാസം പുറത്തു കൊണ്ടുവരാനാണ് കർത്താവ് മൗനം വീക്ഷിച്ചത്, കർത്താവ് തിരസ്കരിച്ചു, കർത്താവ് അപമാനിച്ചു. ഇന്ന് ഈ ആമേൻ സ്തോത്ര സൂം മീറ്റിംഗിലായിരിക്കുന്ന ബഹുമാനരായ ദൈവമക്കളോട് ദൈവാത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ പറയും, നിന്റെ അകത്ത് ഒരു അഭിഷേകം കെട്ടിക്കിടക്കും, നിന്റെ അകത്തൊരു വെളിപ്പാടുണ്ട്, നിന്റെ അകത്തൊരു ദർശനമുണ്ട്.
ഉടകമന ഘടകധര ഘടകസി അന്തര വൈഷപ്രൗഢി എസ്തേർ എന്ന ഡിവൈസിലുള്ള കർത്തൃദാസിയോട് ദൈവാത്മാവ് ഇടപെടുന്നു. കർത്താവ് അകത്തൊരു ദർശനം വന്നിട്ടുണ്ട്, ഒരു കാഴ്ചപ്പാട് വന്നിട്ടുണ്ട്. കർത്തൃദാസിയെ ആ കാഴ്ചപ്പാടുകളെ ദിവസങ്ങൾ വീണ്ടും വികസിപ്പിച്ചുകൊണ്ട് ആത്മാവിൽ ആമേൻ നീ കണ്ടതായ ആമാന ഹസിയ രഗന പ്രൗഢമനാദര ഘടകദലകസി ആ വചനത്തിന്റെ തെളിച്ചത്തിനകത്ത് നിൽക്കാൻ ദൈവാത്മാവ് ആലോചന പറയുകയാണ്. പലപ്പോഴും പഠിപ്പിക്കത്തക്ക നിലയിൽ, മുരുടിപ്പിക്കത്തക്ക നിലയിൽ, ക്ഷീണിപ്പിക്കത്തക്ക നിലയിൽ പല നിലകളുള്ള ശബ്ദങ്ങൾ നിന്റെ കാതിൽ കേട്ടതാ. പലരും നിന്നെ മുറിവേൽപ്പിച്ചതാ. പ്രോത്സാഹിപ്പിക്കേണ്ടവർ, കരുതേണ്ടവർ, സാന്ത്വനപ്പെടുത്തേണ്ടവർ, കൂടെ ഉണ്ടെന്ന് പറയേണ്ടവർ പലരും ജീവിതയാത്രയിൽ കുഞ്ഞെ നിന്നെ കൈവിട്ടുപോയി. എന്നാൽ ദൈവാത്മാവ് ഇടപെടുന്നു. നവോമിയോട് ചേർന്ന് നടന്ന കർത്താവ്, രൂത്തിനോട് ചേർന്ന് നടന്ന കർത്താവ് എസ്തേറിനെ കരം പിടിച്ച് നടത്തി രാജകൊട്ടാരത്തിൽ എത്തിച്ചതുപോലെ കർത്തൃദാസിയെ എത്തിക്കേണ്ട ചില മേഖലകൾ ദൈവാത്മാവ് എത്തിക്കാൻ പോവുകയാ. പിശാച് തടഞ്ഞ ചില പ്രൊമോഷനുകളെ, പിശാച് തടഞ്ഞു വെച്ച ചില വാഗ്ദത്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരാൻ പോവുകയാ. 2026 ഏപ്രിൽ മാസം തുടങ്ങുന്നതിന് മുമ്പ് കരയുന്ന ചില വിഷയത്തിന് വ്യക്തമായ അടയാളത്തോടു കൂടിയുള്ള മറുപടികൾ നിന്റെ കുടുംബത്തിന്റെ ഉള്ളറകളിൽ തെളിയപ്പെടാൻ പോകുന്നു. പ്രാർത്ഥന കുറയരുത്, ആരാധന കുറയരുത്. വിശുദ്ധന്മാരോട് ചേർന്ന് ആരാധിക്കട്ടെ, പ്രാർത്ഥിച്ചുകൊള്ളുക. കർത്താവിന്റെ കൽപ്പനകൾ അംഗീകരിക്ക, ചുവടുകൾ വെക്കട്ടെ. ക്ഷീണിച്ചു പോകണ്ട, ധൈര്യത്തോടെ നിൽക്കുക. ഞാൻ നിന്റെ കരം പിടിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയും. ശ്രദ്ധിക്കൂ, അവളോട് ഒരു വാക്കും വേണ്ടി തിരസ്കരിച്ചു, അപമാനിച്ചു. ഈ സ്ത്രീയുടെ അകത്തൊരു വിശ്വാസമുണ്ടെന്ന് മറ്റാരേക്കാളും ഈ കർത്താവിന് നന്നായി അറിയാം. ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന മുറുക്കുകൾ തിന്നുന്നു. കർത്താവ് കൊടുത്ത മറുപടി, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കും. നമ്മുടെ വിശ്വാസത്തിന്റെ വലിപ്പം എത്രത്തോളം, വിശ്വാസത്തിന്റെ ആഴം എത്രത്തോളം? ഞാൻ ചോദിക്കട്ടെ, സാധാരണ പാസ്റ്റർമാര് പറയാറുണ്ട്, നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന കാര്യം, സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും ആ ഭക്തൻ വിശ്വാസം ക്ഷീണിച്ചു. എന്റെ ഒരു സ്നേഹിതനായ കർത്തൃദാസന്റെ സഹധർമ്മിണിക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ്, കോവിഡിന് മുമ്പ്, ക്യാൻസർ സ്റ്റേജ് 4, സൗണ്ട് പതുക്കെ അടയാൻ തുടങ്ങി. 7 മാസമായപ്പോഴത്തേക്കിന് സൗണ്ട് ഒട്ടുമില്ല, പാട്ട് പാടാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. ചർച്ചിലൊക്കെ വന്നാൽ നന്നായി പാട്ടുപാടി ആരാധിക്കും. ചിലര് ചർച്ചിൽ വന്നാൽ നന്നായി അറിയാം, അവർ വന്നാൽ തന്നെ ഒരു അലങ്കാരം, വെറുതെ ഇരിക്കത്തില്ല. ചിലര് വരുന്നത് തന്നെ മിണ്ടാതിരിക്കാൻ, കൈയടിക്കത്തില്ല, വാതുറക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, എന്തോ വലിയ VIP പരിവേഷം ചവഞ്ഞിരിക്കുക. എന്നാൽ ചിലര് വരുമ്പോൾ തന്നെ വാ തുറന്ന് അതരം തുറന്ന് കർത്താവുമായി വലിയ ബന്ധത്തിൽ ദൈവത്തെ സ്തുതിക്കും. ഞാൻ ഇന്ന് പകൽ ഒരു കാര്യം ആത്മാവിൽ പറയാം. എന്ത് വില കൊടുത്ത് നാവ് തുറന്ന് കർത്താവിനെ ആരാധിച്ചു. ഈ കർത്താവിന്റെ ദാസിയെ കർത്തൃദാസൻ തിരുവനന്തപുരം RCC കൊണ്ടുപോയി. ഡോക്ടർ ടെസ്റ്റിന് വിട്ടു, റിസൾട്ട് വന്നു, ക്യാൻസർ സ്റ്റേജ് 4 ആയി തൊണ്ടയ്ക്ക്. ഡോക്ടർ പറഞ്ഞു, പ്രത്യേകിച്ച് ഇനിയും ഒന്നും ചെയ്യാനില്ല, പോകാൻ നേരത്തോളം പോകട്ടെ, ചെറിയ മെഡിസിൻ കൊടുത്തു വിട്ടു. പക്ഷെ ഒരു കാര്യം ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനികളാണ്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പലരെയും ഞങ്ങൾ ഡോക്ടേഴ്സ് കൈവിട്ടിട്ടു, പക്ഷേ തിരിച്ചു വന്ന് പറഞ്ഞിട്ടുണ്ട് യേശു വിടുവിച്ചു. അപ്പൊ ആ യേശുവിന് നിങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ കഴിയട്ടെ, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ ആ മനുഷ്യൻ കൈമലർത്തി അവരെ, ആ സാധു ദൈവദാസനെയും കുടുംബത്തെയും പറഞ്ഞു. അവരെ വരുന്ന വഴിയിൽ പരിശുദ്ധാത്മാവ് കർത്തൃദാസന്റെ അന്തരാത്മാവിന് ഒരു ബോധ്യം തന്നു. ഇന്ന് നിന്റെ കുടുംബ പ്രാർത്ഥനയിൽ നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീർ നീ കയ്യിലെടുത്ത് നിന്റെ പ്രിയപ്പെട്ടവരുടെ തൊണ്ടയുടെ ഭാഗത്ത് നീ തന്നെ വിശ്വാസത്തോടെ പെരട്ടും. അന്ന് വൈകിട്ട് അവർ കുടുംബമായി 3 ആമക്കളുണ്ട്. അവർ ഒരുമിച്ച് കുടുംബമായി പാട്ടുപാടി ആരാധിച്ചു. ദൈവ സാന്നിധ്യം ഇറങ്ങിയ ദൈവാത്മ പറഞ്ഞു, ഇപ്പോഴാണ് വിടുതൽ. കർത്തൃദാസൻ ആ കണ്ണുനീര് കയ്യിലെടുത്ത് വിശ്വാസത്തോടെ തന്നെ പ്രിയപ്പെട്ടവരുടെ തൊണ്ടയുടെ ഭാഗത്ത് പൂശി. ഞാൻ പറയട്ടെ, സ്തോത്ര, ആ പ്രാർത്ഥനയിൽ തന്നെ ശബ്ദം തെളിയാൻ. പിറ്റേ ദിവസം ഞായറാഴ്ച, ഇത് ശനിയാഴ്ചയാണ്, ഞായറാഴ്ച സഭായം കഴിഞ്ഞ് 5 മണിക്ക് ഡോക്ടറെ വിളിച്ചു. ഡോക്ടറോട് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് സാറിനെ എത്രയും പെട്ടെന്ന് കാണണം. ഡോക്ടർ പറഞ്ഞു, ഇന്നലെയല്ലേ ഞാൻ വിട്ടെ, സാറിനെ ഒന്ന് കാണണം. ഓക്കെ, അദ്ദേഹം അപ്പോയിന്റ്മെന്റ് ടൈം കൊടുത്തു. വീണ്ടും റിസൾട്ട് ടെസ്റ്റിന് വിട്ടു, റിസൾട്ട് വന്നു. ക്യാൻസർ ആ ഭാഗത്തില്ല. കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചു. ഇന്നും ആ പ്രിയപ്പെട്ടവൾ ജീവനോടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യും. ഞാൻ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഒരു ദൂത് പറയാം, നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു പ്രിയപ്പെട്ടു.
നമ്മുടെ കർത്താവ് ഇന്നും അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നിങ്ങൾ അടുത്തിരിക്കുന്നവർ തമ്മിൽ ഒരു നിമിഷം ഒന്ന് കൈ ഓർത്ത് പിടിക്കാമോ? നിങ്ങൾ ഭാര്യയും ഭർത്താവും ആകട്ടെ, മക്കളാകട്ടെ, സ്തോത്രം. നിങ്ങൾ തനിച്ചാണെങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഉടമന നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട്, ഉടകമന ഘടകസി വിശ്വാസത്തിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ട്. പിശാചിന് ഇഷ്ടമല്ല കേട്ടോ, നാട്ടുകാരുടെ ഇഷ്ടമല്ല, നമ്മുടെ ഇഷ്ടം സ്തോത്രം ദൈവഹിത പ്രകാരമുള്ളത്, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് നാം ചുവടുകൾ വെക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തെ കർത്താവ് നിറവേറ്റാൻ പോവുകയാണ്. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, 1 മണിക്കൂർ ഇവിടെ ആകിയ കർത്തൃദാസൻ തന്ന സമയം ഇവിടെ അവസാനിക്കുക. എന്നോട് ദൈവാത്മാവ് ഇടപെട്ടു എന്ന് നിങ്ങൾക്കിപ്പോ അവിടെ രാത്രിയാണല്ലോ, ഈവനിങ് ടൈം ആണല്ലോ. സ്തോത്രം. എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടെന്ന് നല്ല നിശ്ചയമുള്ള ദൈവമക്കൾ ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. നാം ബലഹീനരാണെങ്കിലും, പ്രാർത്ഥിക്കുന്ന നാം ബലഹീനരാണെങ്കിലും പ്രവർത്തിക്കുന്ന ദൈവം ബലവാൻ. ഒരു നിമിഷം പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവ്, ഞങ്ങളുടെ വിലപ്പെട്ട ദാസന്മാർ തോമസ് അങ്കിൾ കുടുംബം എല്ലാവരും വാ തുറന്ന് ഒരു നിമിഷം സ്തോത്രം പറഞ്ഞ ഉടകമന ഘടകതലകസി കർത്താവേ, വിശ്വാസത്തിന്റെ ആഴങ്ങൾ ഇന്ന് പകൽ തെളിയട്ടെ. ജനത്തെ മടുപ്പിക്കുന്ന, ക്ഷീണിപ്പിക്കുന്ന, ബലഹീനപ്പെടുത്തുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യും. ഇപ്പോൾ തന്നെ രോഗശാന്തി പുറപ്പെടട്ടെ. തലമുറകളുടെ മേൽ വിടുതൽ കൈമാറട്ടെ. അഭിഷേകത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു മാറ്റമുണ്ടാകട്ടെ. ആത്മനിയോഗം തെളിഞ്ഞു വരട്ടെ കർത്താവേ. തേജസ്സിന്റെ ശബ്ദം തെളിയട്ടെ കർത്താവേ. വിടുതലിന്റെ അനുഭവങ്ങൾ തെളിഞ്ഞു വരട്ടെ കർത്താവേ. എഡിസൺ മിനിസ്ട്രിയെ ദൈവം വിശാലമാക്കണമേ. 100 കണക്കിന് ആളുകൾ ഈ മീറ്റിംഗ് ജോയിൻ ചെയ്യട്ടെ. റാമാന ഒരു അപ്പോസ്തലിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ മിനിസ്ട്രിയെ ദൈവാത്മാവ് എഴുതിപ്പിക്കണമേ. നെയിം ഓഫ് ജീസസ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം അനുഗ്രഹിച്ചു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ. ഈ മിനിസ്ട്രിയെ വരുംകാലങ്ങളിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടവരോട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട റോയ് പാസ്റ്റർ ആണ് എന്റെ നമ്പര് കർത്തൃദാസൻ തോമസ് അങ്കിളിന് ലിൻഡി ആന്റിക്ക് നൽകിയത്. ബഹുമാന്യ ദേവദാസനെ നന്ദിയോടെ ഓർക്കുന്നു. കുടുംബത്തെ ദൈവം സഹായിക്കട്ടെ. തോമസ് അങ്കിളുടെയും കുടുംബത്തെയും ഈ മിനിസ്ട്രിയിലുള്ള എല്ലാ ദൈവമക്കളും ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ജോയ് പാസ്റ്ററേയും ഒക്കെ വിശേഷാൽ ആമേൻ വീണ്ടും വന്ദനം പറയുന്നു. കർത്താവിന് വെച്ചാൽ നമുക്ക് വീണ്ടും കാണാം. മേ ഗോഡ് ബ്ലസ് യു. ഞങ്ങളെയും ഓർക്കുക. ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുന്നു. ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുക. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. താങ്ക് യു പാസ്റ്റർ. കേൾപ്പിച്ച വചനങ്ങൾക്ക് മുമ്പിൽ നമ്മൾക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. നമ്മളുടെ പ്രാർത്ഥനകൾക്ക് നമ്മൾ മനുഷ്യനോട് ചോദിക്കുമ്പോഴും ദൈവത്തോട് ചോദിക്കുമ്പോഴും കർത്താവിൽ കൂടെ പറഞ്ഞത്, നമ്മൾ ദൈവത്തിൻ്റെ സൈലൻസ് ചിലപ്പോൾ അനുഭവിച്ചെന്നിരിക്കും. നമ്മളുടെ പ്രിയപ്പെട്ടവർ നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചവർ നമ്മളുടെ മുമ്പിൽ മൗനമായി ഇരുന്നെന്നിരിക്കും. ചിലർ നമ്മളെ റിജക്റ്റ് ചെയ്തെന്നിരിക്കും. ചിലർ നമ്മളെ അപമാനിച്ചെന്നിരിക്കും. നമ്മളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു എന്നിരിക്കും. എന്നാൽ ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് നമ്മൾക്ക് വേണ്ടി മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. തൻ്റെ സ്നേഹത്തിൽ പലപ്പോഴും മിണ്ടാതിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ അവസാനം പറഞ്ഞു നിർത്തിയത്, ഇങ്ങനെയൊക്കെയുള്ള റിയാക്ഷനിൽ നമ്മളുടെ പ്രതികരണം എന്തെന്ന് ദൈവത്തിന് അറിയണം. നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആഴം എത്ര ഉണ്ട് എന്ന് നമ്മൾ അറിയണം. ദൈവത്തിന് അറിയണം. കാരണം സൈലൻസിൽ നമ്മൾ ഇട്ടിട്ട് പോകുന്നവരാണോ? ചെറിയൊരു പ്രതികൂലത്തിൽ നമ്മളുടെ വിശ്വാസം ഉപേക്ഷിച്ചിട്ട് പോകുന്നവരാണോ? കാരണം ദൈവത്തിന് നമ്മളെ ചിലത് ഏൽപ്പിക്കുവാനുണ്ട്. ദൈവത്തിന് നമ്മൾക്ക് വിടുതൽ തരാനുണ്ട്. അത് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ നമ്മളെ കൊണ്ട്. കാരണം ആ കനാന്യ സ്ത്രീയെക്കുറിച്ച് ഇന്നും പ്രസംഗിക്കപ്പെടുന്നു. 2000-ൽ പരം വർഷങ്ങൾക്ക് ശേഷവും ആ സ്ത്രീയെക്കുറിച്ച് ഇന്നും പ്രസംഗിക്കുന്നു. കാരണം എന്താണ്? തൻ്റെ വിശ്വാസം എത്രയെന്ന്. കാരണം ഇസ്രയേലിൽ പോലും ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രവർത്തികൾ കണ്ട ഇസ്രയേൽ ജനത്തിൻ്റെ മധ്യത്തിൽ പോലും ഇല്ലാതിരുന്നതായി ഒരു വിശ്വാസം ആ സഹോദരിയിൽ കർത്താവ് കണ്ടു, അനുഗ്രഹിച്ചു, വിടുതൽ കൊടുത്തു. അവിടെ പറയുന്നത് എന്താണ്?
ആ നിമിഷം ആ മകൾക്ക് വിടുതലായി. നമ്മളുടെ പ്രയാസങ്ങളിൽ ആയിരിക്കുന്നു എങ്കിൽ നമ്മളുടെ വിശ്വാസത്തിന്റെ ആഴം കർത്താവിന് വെളിപ്പെടുന്ന ആ നിമിഷം നമ്മൾക്ക് വിടുതൽ ആകുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ നമ്മളുടെ വിശ്വാസം എത്രയുണ്ട് എന്ന് നമ്മളൊന്ന് നോക്കേണ്ട കാലമാണ്. പ്രതികൂലങ്ങളുടെ നടുവിൽ തളർന്നു പോകാതെ നമ്മളെ നടത്തുന്ന ദൈവ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. കേട്ട വചനങ്ങളുടെ മുമ്പിൽ നമ്മൾക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ജോയ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. കേൾക്കപ്പെട്ട ആലോചനയുടെ മുമ്പിൽ എല്ലാ കണ്ണുകളും അടച്ചൊരു നിമിഷം ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വളരെ ആഴമേറിയ ദൈവിക വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചല്ലോ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിൽ ശക്തമായി നിലകൊള്ളുമ്പോൾ ഈ പകലിലും ഈ സമയവും ദൈവത്തിന്റെ വലിയ കൃപ വിഷയങ്ങളുടെ നടുവിൽ വെളിപ്പെടുവാൻ ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രന് ഞങ്ങളുടെ രക്ഷകനുമാകുന്ന യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ സന്ധ്യാസമയം തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ എടുത്തു വരികയാണ്. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളോട് ഹൃദ്യമായിട്ട് അവിടുന്ന് ആത്മാവ് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു കനാന്യ സ്ത്രീയുടെ തലമുറയോടുള്ള ബന്ധത്തിൽ കർത്താവേ, യേശുവിൻ്റെ അരികിലേക്ക് അടുത്തു വന്ന ചില വിടുതലുകൾ പ്രാപിച്ചെടുത്തതുപോലെ ഞങ്ങൾ പുറമെ ചിരിക്കുന്നു, സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നുണ്ട് എങ്കിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഭാരമേറിയ ചില വിഷയങ്ങൾ ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് അടുത്തു വരുവാൻ കർത്താവ് ഒരുക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ എന്ന ശബ്ദം ഉയർത്തിക്കൊണ്ട് ഒരു സമൂഹത്തിൻ്റെ നടുവിൽ നിലവിളിച്ച് അടുത്തു വന്നതുപോലെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും വിളിച്ചവൻ വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ പരസ്യമായി ഉയർത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് തരുന്ന നല്ല കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും കർത്താവെ, ഒറ്റപ്പെടലിൻ്റെയും അപമാനത്തിൻ്റെയും തിരസ്കരണത്തിൻ്റെയും അനുഭവമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാറുണ്ട്. പലപ്പോഴും ഞങ്ങൾ ദൈവസന്നിധിയിൽ ചോദിക്കുന്നുണ്ട്, എന്ത് ദൈവമേ, ഞങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി ഇല്ലയോ എന്ന ചോദ്യം ഞങ്ങൾ ഉയർത്തുമ്പോൾ അതിൻ്റെ നടുവിലും നമ്മെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന വചനത്തിൻ്റെ വെളിപ്പാട് പോലെ ഈ പകലിലും ദൈവത്തിൻ്റെ വിടുതൽ ഞങ്ങൾക്ക് അനുകൂലമായി വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇന്ന് പകലിലും കർത്താവേ, അവിടുത്തെ ആമേൻ സന്നിധിയിൽ ആഴമേറിയ വിശ്വാസത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ട് ദൈവിക വിടുതലുകളെ പ്രാപിപ്പാൻ സ്വർഗ്ഗം ഞങ്ങളെ കരം പിടിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ കൈമാറുവാൻ അങ്ങയുടെ ദാസനെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ദൈവം പ്രയോജനകരമാക്കി തീർക്കണമേ. അവിടുത്തെ കൃപ കൊണ്ട് ദൈവം പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്നിഹിതരായ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വിശേഷാൽ കർത്താവ് ഈ മീറ്റിങ്ങിൻ്റെ നേതൃപദവി അലങ്കരിക്കുന്ന ഞങ്ങളുടെ പ്രിയ അങ്കിളിനായ എൻ്റെക്കായി സ്തോത്രം ചെയ്യുന്നു. രണ്ട് പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ പിന്നിൽ ഒത്തിരി അധ്വാനിക്കുന്നവരുണ്ട്, എല്ലാവരും ദൈവം സഹായിക്കണമേ. ഇന്നത്തെ ദിവസം ജീവിതത്തിൽ മറക്കാനാകാത്ത നിലകളിൽ ദൈവത്തിൻ്റെ വിടുതലുകളെ പ്രാപിച്ചുകൊണ്ട് ആത്മതലത്തിൽ ചില വിടുതലുകൾ കാണുന്ന നിമിഷമാക്കി ദൈവം തീർക്കട്ടെ. ഒരു മകളുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് അടുത്തു വരുന്നത് ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൻ്റെ നടുവിൽ ഇറങ്ങിയ വിടുതലിൻ്റെ കരം പോലെ ഇന്ന് പകൽ ചില കുടുംബങ്ങൾക്കകത്ത് ചില വിടുതലുകൾ ദൈവം അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തലമുറകളുടെ വിഷയത്തിൽ നീറിപ്പുകഞ്ഞ് ആരോടും പുറത്തു പറയാൻ കഴിയാതെ വേദനിക്കുന്ന ചിലതിൻ്റെ നടുവിൽ കർത്താവേ, ഇന്ന് പകലും അവിടുത്തെ തേജസ്സിൻ്റെ കരമയച്ച് വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ സകല വിഷയത്തെയും തിരുകരങ്ങളിൽ സമർപ്പിച്ച് വരമേൽപ്പിക്കുകയാ. സ്വർഗം വലിയവ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്തൃകരങ്ങളിൽ സമർപ്പിച്ച് അവിടുത്തെ നാമം ചൊല്ലി നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. അവിടുത്തെ അനുഗ്രഹിച്ച കൃപകൾക്കായി സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കുമാറാകണം. സ്വർഗീയ നല്ല പിതാവാം ദൈവമേ. ആമേൻ, ആമേൻ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവിൻ്റെ ചിതാവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം, കൂട്ടായ്മ, കാവൽ, നാം ഇവരോട് ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും വിശിഷ്യാൽ ഐശ്വര്യമായ ദൈവത്തിന് ശിരൂഢ്യ കർത്തൃവൃത്തിയനോടും എഡിസൺ ക്രിസ്ത്യൻ മിനിസ്ട്രിയോടും അതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരോടും സന്നിഹിതരായിരിക്കുന്ന സകല ദൈവമക്കളോടും ഭൂമിയിലെമ്പാടും ചിതറി പാർക്കുന്ന വിശുദ്ധ ഗണത്തോടും ഇന്ന് മുതൽ നയിക്കും കർത്താവിന്റെ മേഘ പ്രത്യക്ഷത വരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ജയം നൽകിയ ദൈവത്തിന് നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. God bless all of you. താങ്ക് യു ജോയ് പാസ്റ്ററെ. പാസ്റ്ററെ, ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാൻ അല്പസമയം എടുക്കാനുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ. അത്യാവശ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഒന്ന് ഉയർത്തിയാൽ കർത്തൃദാസം പ്രാർത്ഥിക്കുന്നതായിരിക്കും. അത്യാവശ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടവർ. പാസ്റ്റർ ഷൈല തോമസ്. ഓക്കെ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ദാസിക്കായി പ്രാർത്ഥിക്കുന്നു.